നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു ദിവസത്തിന്റെ തുടക്കമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകുമ്പോൾ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയാണ്. നിരവധി യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. നമ്മൾ തുടക്കം തന്നെ പോകുന്നത് ആ വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചുള്ള തീരുമാനം ഇന്ന് വന്നേക്കും. വിവാദങ്ങൾക്കിടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ സർക്കാർ. ജയകുമാർ അല്പസമയത്തിനകം തലസ്ഥാനത്തെത്തും. സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ SIT സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച വരെ. N വാസുവിനെതിരായ തുടർ നടപടികൾ ഉടൻ. കേരളത്തിന്റെ പുതിയ വന്ദേ ഭാരത് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സർവീസ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കേരളത്തിലേതടക്കം 4 സർവീസുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന പരാതിയിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. വേഡുവിന് ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്ന നിലപാടിൽ മെഡിക്കൽ കോളേജ് അധികൃതർ. പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച്. അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌൺ 39ാം ദിവസത്തിൽ. വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 സർവീസുകൾ റദ്ദാക്കി. പ്രശ്നപരിഹാരത്തിന് ഡെമോക്രാറ്റുകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ തള്ളി ട്രംപ് ഭരണകൂടം. വിഖ്യാത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. അന്ത്യം 97ാം വയസ്സിൽ അമേരിക്കയിൽ. വിടവാങ്ങിയത് DNA ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാൾ. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. ദേശീയ നേതാക്കളെ ഇറക്കി തെരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കാൻ മുന്നണികൾ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. സമനില പിടിക്കാൻ ഓസീസിന് ജയം അനിവാര്യം. മത്സരം 1:45 ബ്രിസ്ബെയിനിൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ തൃശ്ശൂർ യാത്ര പോയിട്ട് വന്നു. അറിയിച്ചെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണ്. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17ാം തീയതി തുടങ്ങിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. സർ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാമല്ലോ. സർ, 2 തവണ അവിടെ ആൾക്കൂടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ ചുമതലയെടുക്കുമ്പോഴേ ഏറ്റവും പ്രധാനമായി താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിഷ്കരണം പ്രത്യേകിച്ച് ഈ നിർവാഹങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോൾ 17ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് വെയിറ്റ് ചെയ്യുന്ന സമയം,
പൊതുവെയുള്ള മലയിലെ ഒരു ഹൈജീന്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. സ്ഥാനം ഒരു മുൾക്കിരീടമാണ് ഇപ്പോൾ. അത് ഏറ്റെടുക്കുന്നവരൊക്കെ വലിയ വിവാദങ്ങളിലും ഇതൊക്കെ പെട്ടു. അപ്പോൾ സാറിന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ഒന്നുമില്ല. അല്ല, CM വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണണം എന്ന് വിചാരിക്കുന്നു. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കിടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണക്കെടുക്കുമ്പോൾ തിരുവാഭരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ ഒരു പരിഷ്കരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ലേ? അതൊന്നും പറയാറായിട്ടില്ല. മാനുവലൊക്കെ ഇനി പഠിച്ചു നോക്കണം. പണ്ട് നോക്കിയല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പോകണം, കാരണം കോടതിയുടെ വിഷയമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എൻ്റെ ഒരു ഭരണകാലത്ത് അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൗണ്ടിംഗ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15 നമ്മുടെ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഒരു അടിയന്തര ശ്രദ്ധ കൊടുക്കുക? ഞാനീ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം അല്ല, ഇമ്മീഡിയറ്റ് അസൈൻമെന്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ തീർത്ഥാടന കാലം ഭംഗിയാക്കുക എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും വളരെ വലിയ മുൻഗണന തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ടോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു ഉത്തരവാദിത്തം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ ചുമതല ഏറ്റെടുക്കുന്നു. സ്വർണ്ണക്കൊള്ള പോലെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഭാവിയിൽ സ്വീകരിക്കുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചുള്ള തീരുമാനം ഇന്ന് പുറത്തുവരും. സ്വർണ്ണ കവർച്ച വിവാദം നിലനിൽക്കെയാണ് പൊതുസ്വീകാര്യനായ ജയകുമാറിനെ പ്രസിഡന്റാക്കാനുള്ള സർക്കാർ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വർണ്ണക്കൊള്ളയിലെ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കുക എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പരിഗണിച്ചിരുന്ന വിളപ്പിൽ രാധാകൃഷ്ണനെ മാറ്റാൻ CPI തീരുമാനിച്ചു. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റം. സാമുദായിക സമവാക്യം പാലിക്കുന്നതിന് വേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരക്കാരനെ പരിഗണിക്കുന്നത്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും CPI പരിഗണിക്കുക. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ SIT. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്ത് മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. തിങ്കളാഴ്ച വരെയാണ് പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി. അതേസമയം വാതിൽപ്പാളി മോഷണ കേസിലെ 3ാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറുമായ N. വാസുവിനെതിരെ വൈകാതെ തുടർ നടപടികൾ ഉണ്ടായേക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് പ്രധാനമന്ത്രി ഓൺലൈനായിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യുക. രാവിലെ 8 മുതൽ 8:30 വരെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ കേരളത്തിലേതടക്കം 4 വന്ദേ ഭാരത് സർവീസുകളാണ് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഫ്ളാഗ് ഓഫിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ വന്ദേ ഭാരതിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത്, അത് നമുക്കറിയാം ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഈ ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ട്രെയിൻ ടിക്കറ്റൊക്കെ, ബസ്സൊക്കെ, ദീർഘദൂര ബസ്സിൻ്റെ ഒക്കെ നിരക്ക് വലുതായിട്ട് ഉയർത്തുമ്പോൾ അവർ വലിയ വിഷമത്തിലൊക്കെ തന്നെയായിരിക്കും. അവർക്കൊരു ആശ്വാസം എന്നോണം തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരിലുമുണ്ട്. ഇന്ന് ഇവിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ചടങ്ങ് നടക്കുന്ന വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഹൈബി MP, രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളോടൊപ്പം ഇപ്പോൾ കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വലിയ സന്തോഷത്തിലാണ് ഇന്ന് വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ. ആദ്യമായിട്ടാണോ വന്ദേ ഭാരതിൽ കയറിയത്? ആദ്യമായിട്ടാണ്. ആണോ? ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റഡ് ആണ്. ട്രെയിൻ യാത്രയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇത് വലിയ വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. KV. അപ്പൊ ഇവിടെ തൃശ്ശൂർ ഇറക്കും. എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഗവർണറെ സുരേഷ് ഗോപിയൊക്കെ കണ്ടു, അവരെ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, പോകുന്ന കണ്ടു. സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാ? ഞങ്ങൾ 11th. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 20 പേരെ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഹായ്, ഫോട്ടോ ഒക്കെ എടുത്തോ? സെൽഫി ഒക്കെ എടുത്തോ? വീഡിയോ ഒക്കെ എടുത്തോ? ഇത് ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും എടുക്കണം അല്ലേ? എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണോ കയറുന്നത്? എന്ത് തോന്നുന്നു? നല്ലതായിട്ടുണ്ട്. സന്തോഷം. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വേഗം നമുക്ക് എത്താൻ പറ്റും അല്ലേ? ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ വേണമെന്നുണ്ട്, ആവശ്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ കുട്ടികൾ പറയുന്നത്. ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ ആവശ്യമാണ്. നമുക്ക് സമയലാഭം, വളരെ സൗകര്യത്തോടു കൂടി സ്വസ്ഥമായി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. യാത്രയുടെ മടുപ്പൊന്നുമില്ലാതെ ഒക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അങ്ങനെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ കുട്ടികളും ഇപ്പോഴുള്ളത്. ഈ KVയിലെ വിദ്യാർത്ഥികളാണ്, 20 വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് യാത്രയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് 8 മണിയോടുകൂടി 8:20 ആയിരിക്കും വാരണാസിയിൽ നിന്നും ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് 4 വന്ദേ ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതിന്റെ നിരക്ക്, ഇത് എറണാകുളം ബംഗളൂരു AC ചെയർക്കാരന് 1500 രൂപയാകും. എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2400 രൂപയുമായിരിക്കും. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എത്തുമെന്നുള്ളതാണ് ഏറ്റവും. ഹായ്, ഇത് നിങ്ങളുടെ മൈമുണ്ടായിരുന്നു? ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്. വെരി മച്ച്. നിങ്ങളെ പെർഫോമൻസ് കഴിഞ്ഞോ? എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? നമ്മുടെ ക്യാമറ ഫേസ് ചെയ്തു. നിങ്ങളൊക്കെ എല്ലാരും കാണട്ടെ, പ്രേക്ഷകരൊക്കെ കാണട്ടെ. ഒരു ഹായ് പറയൂ എല്ലാവരോടും. എപ്പോഴായിരുന്നു പെർഫോമൻസ്? കുറച്ചു നേരമായി കഴിഞ്ഞു. സുരേഷ് ഗോപി MP. നിങ്ങളും തൃശ്ശൂർ ഇറങ്ങും. എങ്ങനെയുണ്ട് ട്രെയിനിൽ കയറിയിട്ട്? നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് കയറുന്നത്? അല്ല, ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന കുട്ടികളാണ്. ഇവരുടെ മൈം പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട വേദിയിൽ. അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ സീറ്റുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. അതിന് അപ്പുറത്തേക്ക് മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബംഗളൂരു മലയാളികൾ തന്നെയായിരിക്കും. ഈ വിദ്യാർത്ഥികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ടെക്കികൾക്കൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെ യാത്ര, നമ്മുടെ കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രകളൊക്കെ കൂടുതലായി ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തുള്ള ഒരു കാര്യം തന്നെയാണ്. സ്വസ്ഥമായി 8 മണിക്കൂർ കൊണ്ട് ബംഗളൂരിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പ് തന്നെയാണ്. ആ കാത്തിരിപ്പിനെല്ലാം അവസാനമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട വേദിയിൽ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമ്മുടെ ഗവർണർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP,
ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഹായ്, ആദ്യമായിട്ടാണോ യാത്ര ചെയ്യുന്നത്? Can you speak in Hindi? Yes. It's a great opportunity to be here. എന്തായാലും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്, അവർ വലിയ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ. ഇനിയും ഒരുപാട് വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യാനും ബംഗളൂരുവിലേക്ക് പോകാനുള്ള നമ്മുടെ ഭാഗ്യമൊക്കെ ഈ കുട്ടികൾക്കുണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ട്രെയിൻ ഈ പ്രധാന സമയം പുലർച്ചെ 5 മണിക്കായിരിക്കും ബംഗളൂരിൽ നിന്നും പുറപ്പെടുക. നമുക്ക് ഇവിടെ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമുക്ക് ആ ചടങ്ങുകളിലേക്കും കൂടി കടക്കാമെന്ന് തോന്നുന്നു. ഗവർണർ പ്രധാനമന്ത്രിയായിരിക്കും ഇത് വാരണാസിയിൽ നിന്നും പരിപാടി, ഈ ഒരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹം എറണാകുളത്ത് നിന്നും വന്ദേ ഭാരതിൽ കയറി തൃശ്ശൂരിൽ ഇറങ്ങും. അങ്ങനെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുട്ടികളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സഞ്ചാരികൾ. നാളെ മുതലായിരിക്കും, ഇന്ന് ഉച്ചയോടുകൂടിയും നാളെ രാവിലെയുമൊക്കെ ആയിരിക്കും ഇതിന്റെ ബുക്കിങ്ങുകളും ആരംഭിക്കുക. അനുശ്രീ. അതെ നവമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളും വളരെയധികം സന്തോഷത്തിലായിരിക്കും. വലിയൊരു പ്രതിസന്ധിക്കാണല്ലോ പരിഹാരമാകുന്നത്. അതെ തീർച്ചയായും. ഇതിന്റെ നമുക്കൊരു സമയക്രമം കൂടി നോക്കിയാൽ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്നത്, എറണാകുളം ജംഗ്ഷനിൽ നിന്നും 2:20 ഈ ട്രെയിൻ ഉണ്ടാകുക. എറണാകുളം ജംഗ്ഷനിൽ നിന്നും തൃശ്ശൂരിലെ 3:20 പാലക്കാട് 4:37. കേരളത്തിൽ 3 സ്റ്റോപ്പുകളാണുള്ളത്: എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. പിന്നീട് കോയമ്പത്തൂരിൽ വൈകുന്നേരം 5:23 തിരുപ്പൂർ 6:05, ഈറോഡ് 6:50, സേലം 7:20, ഒപ്പം ജോളാർപേട്ട 9:05, കൃഷ്ണരാജപുരം 10:25. അങ്ങനെ രാത്രി 11 മണിയോടുകൂടി തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ എത്തും. അത് 8 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം തന്നെയാണ്. ഇതിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറെ നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് അവരുടേത്. തിരിച്ച് ബംഗളൂരുവിൽ നിന്നും പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 1:50 എത്തിച്ചേരുക. അങ്ങനെയാണ് ഇതിന്റെ സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതലായിരിക്കും ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള യാത്ര നടത്തുക. ഇതിനു മുൻപുള്ള ട്രയൽ റണ്ണൊക്കെ വിജയകരമായി പൂർത്തിയാകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളും ഒപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ, രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ളവരായിരിക്കും ഇന്നത്തെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുക. ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം വേദിയിൽ ഗവർണർ, ഒപ്പം തന്നെ സുരേഷ് ഗോപി MP, ജോർജ് കുര്യൻ MP, ഹൈബി ഈഡൻ MP, കൊച്ചി മേയർ മന്ത്രി P. രാജീവ്, TJ വിനോദ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് എറണാകുളം ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം വന്ദേ ഭാരത് ഇത് 3ാമത്തെ വന്ദേ ഭാരതാണ്. എങ്കിൽ പോലും ഓരോ വന്ദേ ഭാരത് എത്തുമ്പോഴും കേരളത്തിലുള്ളവർക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ വലിയ രീതിയിലുള്ള സമയനഷ്ടം, അതിനപ്പുറത്തേക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. എന്തായാലും ബംഗളൂരിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് ഈ വന്ദേ ഭാരതിന്റെ ഈ സന്തോഷത്തിന്റെ ഈ ചൂളം വിളിച്ചുകൊണ്ട് വന്ദേ ഭാരതിനെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഉദ്ഘാടന സമയത്ത് നമുക്ക് തിരിച്ചു വരാം ഈ വാർത്തയിലേക്ക് തന്നെ. ഉദ്ഘാടനം ഇന്ന് നടക്കുമെങ്കിലും ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പതിവ് സർവീസ് 11 മുതലായിരിക്കും തുടങ്ങുക. വന്ദേ ഭാരത് സർവീസിന്റെ എക്സ്പ്ലെയിനർ നമുക്കൊന്ന് കാണാം. MG രേണുക തയ്യാറാക്കിയ റിപ്പോർട്ട്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തുടങ്ങുകയാണ്. ബംഗളൂരുവിനും എറണാകുളത്തിനുമിടയിൽ മലയാളികൾ കാത്തിരുന്ന ട്രെയിൻ സർവീസ് 2024 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 26 വരെ ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം സ്പെഷ്യലായി 1 മാസം ഓടിയ വന്ദേ ഭാരത് സ്ഥിരമാക്കണമെന്ന മലയാളി കൂട്ടായ്മകളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും.
നിലവിൽ ബംഗളൂരു എറണാകുളം റൂട്ടിലെ വേഗമേറിയ പകൽ ട്രെയിനായ ഇന്റർസിറ്റി എക്സ്പ്രസ് 578 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടാണ് പിന്നിടുന്നത്. ഈ യാത്രാ സമയമാണ് 8 മണിക്കൂർ 40 മിനിറ്റിലേക്ക് വന്ദേ ഭാരതിലൂടെ ചുരുങ്ങുന്നത്. വന്ദേ ഭാരത് ഓടിത്തുടങ്ങുന്നതോടെ 600-ലേറെ സീറ്റുകൾ കൂടിയാണ് ബംഗളൂരു യാത്രക്കാർക്കായി അധികമായി ലഭിക്കുന്നത്. 11 സ്റ്റോപ്പുകളാണുള്ളത്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. സ്റ്റോപ്പുകളും സമയവും നോക്കാം. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് രാവിലെ 5:10 KSR പുരത്ത് നിന്ന് പുറപ്പെടും. 5:25 KR പുരത്തെത്തും. 7 മണിക്ക് ജോലാർപേട്ടെ, 8:13 സേലം, ഈറോഡിൽ 9, തിരുപ്പൂരിൽ 9:45, 10:33 കോയമ്പത്തൂരിൽ, 10:45 പോത്തന്നൂർ, 11:28 പാലക്കാട്, ഷൊർണൂരിൽ 12:11, തൃശൂർ 12:28. എറണാകുളം ജംഗ്ഷനിൽ 1:30 ട്രെയിൻ എത്തും. ഇനി തിരിച്ചുള്ള യാത്ര നോക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ശേഷം 2:20 പുറപ്പെടും. രാത്രി 11 ബംഗളൂരുവിലെത്തും. യാത്രാസമയവും സ്റ്റേഷനുകളും നോക്കാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:20 ട്രെയിൻ പുറപ്പെടുന്നത്. 3:17 തൃശൂർ, 4 മണിക്ക് ഷൊർണൂർ, 4:35 പാലക്കാട്, കോയമ്പത്തൂരിൽ 5:28, 6:03 തിരുപ്പൂരിൽ, ഈറോഡിൽ 6:45, സേലത്ത് 7:18, 9:05 ജോലാർപേട്ടയെത്തും. 10:23 KR പുരത്ത്, 11 മണിക്ക് KSR ബംഗളൂരുവിൽ യാത്ര അവസാനിക്കും. അറ്റകുറ്റപ്പണിക്കും ശുചീകരണത്തിനും സൗകര്യമൊരുക്കിയിട്ടുള്ളത് KSR യാർഡിലാണ്. എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ വന്ദേ ഭാരത് യാത്ര തുടങ്ങുന്നതോടെ യാത്രാസമയം കുറയ്ക്കാനാകും. മാത്രവുമല്ല 600ഓളം സീറ്റുകൾ തിരക്കുള്ള സമയങ്ങളിൽ വലിയ ആശ്വാസവും യാത്രക്കാർക്ക് സമ്മാനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. മലപ്പുറം കോട്ടക്കലിൽ മഹാവേള വിൽപ്പനശാലയിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ജിഷാദ് വളാഞ്ചേരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം. ജിഷാദ്, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാകുന്നത്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, കോട്ടക്കലിലാണ് ഈ വൻ തീപിടുത്തം ഉണ്ടാകുന്നത്. കോട്ടക്കലിലെ വ്യാപാര സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. കോട്ടക്കൽ ടൗണിൽ പ്രവർത്തിക്കുന്ന സീനറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന മഹാമേള എന്ന പേരിൽ 200 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടക്കാണ് തീ പിടിച്ചത്. രാവിലെ 5 മണിക്കായിരുന്നു തീപിടുത്തം. കോട്ടക്കൽ ടൗണിലൂടെ സഞ്ചരിക്കുന്ന ബൈക്ക് യാത്രക്കാരനാണ് ഈ തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഇയാൾ. കടയിൽ 3 ജീവനക്കാരുണ്ടായിരുന്നു. ഈ 3 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരെയും കോട്ടക്കലിലെ അൽമാസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. എന്നാൽ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം ഈ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. അനുശ്രീ, ശരി ജിഷാദ് വളാഞ്ചേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അജന്താ സ്റ്റുഡിയോന്റെ നേരെ ഓപ്പോസിറ്റുള്ള മഹാമേള കോട്ടക്കൽ അജന്താ സ്റ്റുഡിയോന്റെ നേരെ ഓപ്പോസിറ്റുള്ള മഹാമേള US ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ജീവനക്കാരുടെ കുറവ് കാരണം നിരവധി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഡെമോക്രാറ്റുകളുടെ ഒരാവശ്യവും ട്രംപ് അംഗീകരിച്ചില്ല. ന്യൂക്ലിയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഫിലിബസ്റ്റൺ ചട്ടം റദ്ദാക്കാൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻസിനോട് ആഹ്വാനം ചെയ്തു. അജയ് സുധാ ബിജുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാത്രക്കാർ അടക്കം നേരിടുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഒപ്പം ഇതിനൊരു പരിഹാരം എന്നതിന് ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നുമില്ല.
അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഒരു കടുംപിടുത്തം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ധനബില്ല് അത് അവതരിപ്പിക്കുന്നതിലെ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ഈ US ഷട്ട്ഡൗൺ 39ാം ദിവസവും നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ 2018 ഇതിനു മുൻപേ തന്നെ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ ഒരു ഷട്ട്ഡൗൺ 53 ദിവസങ്ങൾക്ക് മുകളിലേക്ക് നീണ്ട ചരിത്രമൊക്കെ ഇതിന് മുൻപേ US തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുവരെ എത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം ഇത് കടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലവിൽ കാണുന്നത്. ട്രംപ് ഇപ്പോൾ നിലവിൽ തൻ്റെ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻസിനോട് പറയുന്നത് നിങ്ങൾ എത്രയും വേഗം ഒരു കടുത്ത നിലപാട്, ഒരു ന്യൂക്ലിയർ ആക്ഷൻ ഇതിൽ നിങ്ങൾ എടുക്കണം. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇത് കണ്ടെത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. ഫിലിബസ്റ്റർ ചട്ടം എത്രയും വേഗം എടുത്തു കളയണമെന്നാണ് റിപ്പബ്ലിക്കൻസിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പിന്നീട് ഓഫീസിലേക്ക് എത്താൻ സാധിച്ചേക്കണം എന്നില്ല എന്നും ട്രംപ് ഒരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ റിപ്പബ്ലിക്കൻസിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരു ചട്ടമാണ്. അതായത് ഈ ധനബില്ല് പാസ്സാക്കാനായിട്ട് US പാർലമെന്റിൽ ഏറ്റവും മിനിമം വേണ്ടത് 60 വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷമുള്ളത് റിപ്പബ്ലിക്കൻസിന് തന്നെയാണ്. 53 വോട്ട് അവർക്കുണ്ട്. ഇപ്പോൾ നിലവിൽ ഡെമോക്രാറ്റുകൾക്കുള്ളത് 40 ആ ഒരു റേഞ്ചിലുള്ള വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷം ഇവർക്കാണെങ്കിലും ഈ നിയമം പുതിയ ധനബില്ല് പാസ്സാക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 60 വോട്ടെങ്കിലും വേണം. ഇതിനെയാണ് ഈ ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിബസ്റ്റർ ചട്ടം എത്രയും വേഗം എടുത്തു കളയാൻ, ഇതിനെ റദ്ദാക്കാനായിട്ട് എല്ലാ റിപ്പബ്ലിക്കൻസും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ട്രംപ് തൻ്റെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ഒരു ന്യൂക്ലിയർ ആക്ഷൻ നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ അമേരിക്കൻ സ്വപ്നങ്ങൾ തങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും ഓഫീസിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയിലുള്ള ജനജീവിതം വളരെയധികം ഇത് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. 10% വിമാന സർവീസുകളാണ് ഇപ്പോൾ നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. ആഭ്യന്തര വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. 1000 വിമാനങ്ങൾ നിലവിൽ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്നാൽ യാത്രക്കാരെ ഇത് വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടില്ല. പല തിരക്കേറിയ വിമാനത്താവളങ്ങളിലും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെയും അതുപോലെ തന്നെ എയർ ട്രാഫിക് ജീവനക്കാരുടെയും ഒക്കെ ഒരു കുറവ് കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മാത്രമാണ് ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്. എന്നാൽ വലിയ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഷട്ട് ഡൗൺ തുടർന്നാൽ ഈ 10% ഫ്ലൈറ്റ് റദ്ദാക്കിയത് അത് 15%ലേക്കും 20%-നും മുകളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സർവീസുകളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ത്യക്കാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയേക്കും എന്നുള്ള ഒരു ആശങ്ക ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എയർ ട്രാഫിക് ജീവനക്കാർ, അതുപോലെ തന്നെ എയർപോർട്ടിലുള്ള സെക്യൂരിറ്റി ജീവനക്കാർ, ഇവർക്കെല്ലാം ഇപ്പോൾ നിരവധി മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പോകാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിരവധി ജീവനക്കാർ ഇതുപോലെ അവധിയിലായിട്ടുള്ളതിനാലാണ് ഈ 10% ഫ്ലൈറ്റ് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയത്. ഇപ്പോൾ ഈ എയർപോർട്ട് ജീവനക്കാരുടെ മാത്രമല്ല, ഇപ്പോൾ പോലീസിലാണെങ്കിലും ട്രാഫിക് ജീവനക്കാരാണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും US ഫെഡിലുള്ള മറ്റ് ജീവനക്കാരാണെങ്കിലും സർക്കാർ ഇപ്പോൾ വൈറ്റ് ഹൗസിലുള്ള ജീവനക്കാരാണെങ്കിലും എല്ലാം പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഷട്ട് ഡൗൺ അങ്ങനെ 39ാം ദിവസത്തിൽ എത്തുമ്പോഴും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടെ പോകുമ്പോൾ വിഖ്യാത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്ത് നിർണായക വഴിത്തിരിവായി മാറിയ DNA ഘടന കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് വാട്സൺ. അജയ് സുധാബിജ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, 20ാം നൂറ്റാണ്ടിലെ വലിയൊരു കണ്ടുപിടുത്തം, ശാസ്ത്രലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ കണ്ടുപിടുത്തം, അങ്ങനെ ഒരാളാണ് നമ്മളെ വിട പറഞ്ഞു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇപ്പോൾ പഠന സമയത്തെല്ലാം നമ്മൾ വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുണ്ട് DNA-യുടെ ഡീഓക്സൈഡ് സ്ട്രക്ചർ, അതായത് അതിൻ്റെ ഒരു പിരിയൻ ഘടന, അത് രൂപീകരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്നു ജെയിംസ് ഡി വാട്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1962 അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്നു. ഇപ്പോൾ ഈ ഫ്രാൻസിസ് കിക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനോടൊപ്പമാണ്
ഇദ്ദേഹം ഈ DNA പിരിയൻ ഘടന അത് കണ്ടെത്തുന്നത്. രണ്ടുപേർക്കും കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ നൊബേൽ പുരസ്കാരം 1962 പങ്കുവെക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു DNA പിരിയൻ ഘടന അത് നമ്മുടെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. ഇന്നാണെങ്കിലും ഈ കുറ്റവാളികളെ കണ്ടെത്താൻ, എന്തെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളികളെ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഈ DNA പരിശോധനയാണ്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും പിതൃത്വം, അതുപോലെ തന്നെ ഇപ്പോൾ പാരമ്പര്യ ഘടന ഇതുൾപ്പെടെ അറിയുന്നതിന് DNA ഘടന അത് അത്യാവശ്യമാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ നിരവധി സ്വാധീനങ്ങൾ ഇത് കാരണം ചെലുത്തിയിട്ടുണ്ട്. ഈ DNA ബാധിക്കുന്ന രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, ഇതിനുള്ള പരിഹാരം, ഈ DNA സ്ട്രക്ചർ മാറ്റി ഈ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ തരത്തിലുള്ള ഇപ്പോൾ സസ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പുതിയ ജീവിവർഗങ്ങളാണെങ്കിലും ഇവയെല്ലാം സൃഷ്ടിക്കാനായിട്ടൊക്കെയുള്ള ഒരു മാർഗം ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചത് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു പിരിയൻ ഘടന അതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ്. DNA സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അതൊരു വലിയ ഒരു മേഖലയായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ജെനറ്റിക്സിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം തുടക്കമിട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ഡി വാട്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം 97-ാം വയസ്സിൽ വിടവാങ്ങി. ഒരു കാർ അപകടത്തെ തുടർന്ന് നിരവധി നാളായിട്ട് അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു, ചികിത്സയിലായിരുന്നു, ഓർമ്മയൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ മരണം. എന്നാൽ ഇത്തരത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വിവാദത്തിനും കൂടി തിരികൊളുത്തിയിട്ടുണ്ട്. 2007 അദ്ദേഹം ടൈംസ് മാഗസീന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരേക്കാൾ IQ കുറഞ്ഞവരാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തൻ്റെ പഠനകാലത്ത് വിചാരിച്ചിരുന്നത് എല്ലാവരുടെയും ജീൻസ്, എല്ലാവരുടെയും ഒരു DNA എന്ന് പറയുന്നത് ഒരേപോലെയാണ് എന്ന് താൻ വിചാരിച്ചിരുന്നു. എന്നാൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ജീവനക്കാരോട് ഇടപെടുമ്പോൾ ഇത് തെറ്റാണെന്ന് താൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പരാമർശത്തെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ബഹുമതിയായി നൽകിയിരുന്ന പല ബഹുമാന സൂചകമായിട്ടുള്ള ടൈറ്റിലുകൾ എടുത്തു കളയുകയുണ്ടായി. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം 2014 അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്ര മെഡലുകളെല്ലാം വിൽക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. തന്നെ ശാസ്ത്ര സമൂഹം ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ഈ പരാമർശങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു കാര്യം അത് ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ശരി, അജി സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചരണം നാളെ അവസാനിക്കും. 122 മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുക. അവസാന ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. 1ാം ഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മുന്നണികൾ. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, 1ാം ഘട്ടം അവസാനിച്ചപ്പോൾ NDAക്ക് കൂടുതൽ മുന്നേറ്റം ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. 2ാം ഘട്ടത്തിലും അത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനുശ്രീ, ബീഹാർ ഏതായാലും 2ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനി പരസ്യ പ്രചാരണത്തിന് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വാഴ്ച 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ, ഇതിനോടകം തന്നെ 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി 122 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണം ഈ 2ാം ഘട്ടത്തിലും നടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചാരണം നടക്കുന്നത്. മോദി ഇന്നലെ ബീഹാറിലുണ്ടായിരുന്നു. വലിയ വിമർശനം, പ്രത്യേകിച്ച് ജംഗിൾ രാജ്, 1ാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ വികസനം വേണോ അതോ ജംഗിൾ രാജ് വേണോ എന്ന ചോദ്യമാണ് BJP നേതാക്കൾ, NDA നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. ഇന്നലെയും പ്രചാരണ യോഗങ്ങളിൽ അതുതന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. RJD സർക്കാർ വരികയാണെങ്കിൽ ബീഹാറിൽ പഴയതുപോലെ 90കളിലെ പോലെ ജംഗിൾ രാജ് വരും എന്ന പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ വലിയ വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ മേഖലകൾ അടക്കമുള്ള കട്ടിഹാർ അടക്കമുള്ള ജില്ലകളിൽ സീമാഞ്ചൽ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് അവിടെ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഒവൈസി മജ്ലിസ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥി നിർത്തി അവർ 5 സീറ്റ് നേടുന്നതൊക്കെ കണ്ടതാണ്. അങ്ങനെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏതാണ്ട് 40% അല്ലെങ്കിൽ 50% ഒക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുള്ള ജില്ലയിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല. ഇത്തവണയും ഏതായാലും AMIM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർ സഖ്യമായി അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ തവണത്തേത് പോലെയാണ് സാഹചര്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് അത്ര ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലുള്ള പ്രചാരണം, പ്രത്യേകിച്ച് വോട്ടുകൾ ചോരാതിരിക്കാനുള്ള പ്രചാരണം ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട്. RJDയും കോൺഗ്രസും ഒക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് 64.66 ആണ് രേഖപ്പെടുത്തിയത്. ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ വലിയ പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളും ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യുവാക്കളുടെ പങ്കാളിത്തമുണ്ടായി. അത് സർക്കാരിന് വിരുദ്ധമാണ്, സർക്കാരിന് അനുകൂലമല്ല എന്ന പ്രതികരണം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം തന്നെ പ്രശാന്ത് കിഷോർ അടക്കമുള്ള നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ക്ഷേമ പദ്ധതികൾക്ക് ജനം വോട്ട് ചെയ്തു, അതാണ് ഈ വോട്ടെടുപ്പിൽ കണ്ടതെന്ന പ്രതികരണം അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കണക്കൂട്ടലിലേക്ക് പാർട്ടികൾ കടന്നിട്ടില്ല. പക്ഷേ ആദ്യ പ്രതികരണത്തിൽ അവർക്ക് അനുകൂലമാണ് സാഹചര്യം എന്നാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ തകരാർ കാരണം 800 വിമാനങ്ങളാണ് വൈകിയത്. എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റത്തിലാണ് സാങ്കേതിക തകരാർ സംഭവിച്ചത്. നവംബർ 6 മുതലാണ് പ്രശ്നം തുടങ്ങിയത്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സെക്രട്ടറി സമീർ കുമാർ സിൻഹ, AE ചെയർമാൻ വിപിൻ കുമാർ, AE അംഗം M സുരേഷ്, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അടിയന്തര അവലോകന യോഗം വിളിച്ചു ചേർത്താണ് ഇന്നലെ രാത്രിയോടെ പ്രശ്നം പരിഹരിച്ചത്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇത് കാരണം ബുദ്ധിമുട്ടിലായത്. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം. രാവിലെയിലേക്ക് തിരികെ വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. വേണുവിന് ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണത്തിന് ഇരയായ സ്ത്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. വീണ്ടും ആന്തരിക രക്തസ്രാവം ഉണ്ടായോ എന്നറിയാനുള്ള പരിശോധന വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിലൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. നേമത്ത് കോൺഗ്രസ് സമവായം. നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് പിൻവലിച്ചു. വിഷയങ്ങൾ പരിശോധിക്കാമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉറപ്പു നൽകിയതായും കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് തുടരുമെന്നും സുരേഷ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനുമായ നേമം ഷജീറിനെ നേമം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മണക്കാട് സുരേഷ് രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്തുകാട്ടാനൊരുങ്ങി DMK. പീരുമേട്, ദേവികുളം താലൂക്കുകളിലാണ് DMK ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് DMK നേതൃത്വം. ഇടുക്കിയിലെ അതിർത്തി മേഖലകളായ ദേവികുളം, പീരുമേട് താലൂക്കുകളിലാണ് DMK മത്സരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും, ചിന്നക്കനാൽ പഞ്ചായത്തിലെ 5 വാർഡുകളിലും 1 ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പീരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും. DMK ഈ പ്രാവശ്യം ഇലക്ഷനിൽ ഞങ്ങൾ മുന്നണികളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പീരുമേട് താലൂക്കിൽ ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്കിലേക്ക് 2 സ്ഥാനാർത്ഥികളിൽ, പിന്നെ ദേവികുളം
താലൂക്കിൽ ഒരു 3-5 വാർഡുകളിലായിട്ട് നിർത്താനും അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കായിരുന്നു DMK പിന്തുണ നൽകിയത്. ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 ഇടുക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം പിടിക്കാൻ SDPI 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ഒരു റൗണ്ട് പൂർത്തിയാക്കി. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ ഇത്തവണ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളാണ് SDPI നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പേ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് SDPI. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വിജയിച്ച സാഹചര്യത്തിൽ 20 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് SDPIയുടെ നീക്കം. അവകാശങ്ങൾ അർഹരിലേക്കെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ വോട്ട് തേടുന്നത്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 20 വാർഡുകൾക്ക് പുറമെ മഞ്ചേശ്വരം ബ്ലോക്കിലെ കുഞ്ചത്തൂർ, മഞ്ചേശ്വരം, ബെഡാജെ ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലെ വോർക്കാടി, മഞ്ചേശ്വരം ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് SDPIയുടെ തീരുമാനം. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ ജയസാധ്യതയുണ്ടെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. വീട് കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണം 1ാം ഘട്ടം പൂർത്തിയായി. ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായ 80% ആൾക്കാരും SDPI അധികാരത്തിലേക്ക് വരണമെന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം. ഞങ്ങൾ 20 വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം ഞങ്ങൾ അധികാരത്തിലേക്ക്, മഞ്ചേശ്വരം പഞ്ചായത്ത് SDPI അധികാരത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. അവർ പല രീതിയിലും പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവരവരുടെ വാർഡുകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വാർഡിൽ, ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക്, ഇവിടെ 40 വർഷക്കാലം ഭരിച്ചവരെ കൃത്യമായി അവരുടെ ഭരണപരാജയങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലുടനീളം പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമാണ്. മറ്റു വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ കളം പിടിക്കാനാണ് SDPI ശ്രമിക്കുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്തായ മഞ്ചേശ്വരത്ത് തുടർച്ചയായി 32 വർഷം UDF-നായിരുന്നു ഭരണം. 21 സീറ്റിൽ UDF-ന് 8ഉം BJP-ക്ക് 7ഉം LDF-ന് 4 അംഗങ്ങളുമാണുള്ളത്. BJP പിന്തുണയോടെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് 18 കാസർഗോഡ്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം വളരെ ആഘോഷത്തോടെയായിരുന്നു നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും കേരളം അതിദാരിദ്ര്യമുക്തമായിട്ടില്ല എന്നുള്ളതിന് തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കേരളം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ അന്തി ഉറങ്ങാൻ വീടില്ലാതെ ഓട്ടോറിക്ഷയിൽ കഴിയുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള 4 അംഗ കുടുംബം. കോഴിക്കോട് നഗരത്തിലാണ് അനിലിന്റെയും കുടുംബത്തിന്റെയും ഓട്ടോ ജീവിതം. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി അനിലും ഭാര്യ രമ്യയും 8ഉം 4ഉം വയസ്സുള്ള കുട്ടികളുമാണ് 1.5 മാസമായി ഓട്ടോറിക്ഷയിൽ കഴിയുന്നത്. ഓട്ടോറിക്ഷയും സ്വന്തമല്ല, അനിലിന്റെ സുഹൃത്ത് ഓടിക്കാൻ നൽകിയതാണ്. വാടക വീടുകളിലായിരുന്നു വർഷങ്ങളായി താമസം. സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചിലവുകളും കൂട്ടിമുട്ടാതെ വന്നതോടെ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഞങ്ങൾ 11 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിപ്പം 1.5 മാസത്തോളമായി ഞങ്ങളിപ്പോൾ തെരുവിലാണ് കിടക്കുന്നത്. അത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് പണിയില്ലാണ്ട് വന്നപ്പോൾ വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ അവിടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എവിടെ കിടക്കേണ്ട എവിടെയാണെന്നൊന്നും അറിയാൻ മേലാതെ ഞങ്ങൾ 1.5 മാസം ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള വെയിറ്റിംഗ് റൂമിലൊക്കെയാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊന്നും അധിക ദിവസം നമ്മളൊന്നും അങ്ങനെ നിർത്തിയല്ല. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ചോദ്യം തുടങ്ങും. ഞങ്ങൾക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, 4 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ 4 ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ഈ ഓട്ടോയിലാണ് ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങുന്നതും എല്ലാം. പിന്നെ ഡെയിലി നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ റോഡിലാണ്, ഇപ്പോൾ ഈ ഓട്ടോയിലാണ് കിടന്നുറക്കവും താമസവും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ നിലവിലിപ്പോൾ എല്ലാവരും പറഞ്ഞു മേയറെയോ കളക്ടറെയോ കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു. ഇന്നലെ പോയി കളക്ടറെ കണ്ടു. കളക്ടറെ കണ്ടിട്ട് കളക്ടർ പറയുന്നത് ഇവിടെ കളക്ടർക്ക് പരാതി കൊടുത്ത്, പിന്നെ അവിടുന്ന് ഒരു എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറ് മോളോട് വർത്തമാനം പറഞ്ഞ്, അപ്പോൾ മോള് പറഞ്ഞ് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സാറേ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് അന്വേഷിച്ച്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ അവിടെ ധർണ എന്തോ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ അവരോട് പോയി പറഞ്ഞ്, പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ സാറെ കണ്ട് സാറെ വിളിച്ച് ഈ സാറ് ഇതിൽ ഇടപെട്ട് എല്ലാം ചെയ്ത്. 1.5 മാസമായി ഓട്ടോറിക്ഷയ്ക്കകത്താണ് ഇവരുടെ ജീവിതം. അനിൽ സവാരി പോകുമ്പോൾ രമ്യയും കുട്ടികളെയും വഴിയിൽ നിർത്തും.
പൊതു ശൗചാലയങ്ങളെയും കുളിമുറികളെയും ആശ്രയിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുകളും ഒക്കെ ഉണ്ടെങ്കിലും സഹായം തേടിയുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗമായവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കരുതെന്നാവശ്യപ്പെട്ട് മലപ്പുറം തെന്നലിയിലെ നിക്ഷേപ സംരക്ഷണ സമിതി രംഗത്ത്. തെന്നല ബാങ്കിലെ 4000-ഓളം നിക്ഷേപകർക്ക് 50 കോടിയോളം രൂപയാണ് ബാങ്കിൽ നിന്ന് ലഭിക്കേണ്ടത്. പണം തിരികെ ലഭിക്കാനുള്ള ഇവരുടെ പോരാട്ടത്തിന് സർക്കാരിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണ ലഭിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ഒരു പൈസ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. 40 ലക്ഷത്തിലേറെ കിട്ടാനുണ്ട്. 40-75 കിട്ടാനുണ്ട്. ഭാര്യൻ്റെയും കുട്ടികളുടെയും കൂടി പേരിൽ ഒരു 13 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്. 10 ലക്ഷത്തോളം ഉറുപ്പുണ്ട്. ഡയറക്ടർ ബോർഡ് മെമ്പർമാരും 2.5 ലക്ഷം ഉണ്ട്. കാരണം 50 എൻ്റെ പൈസ ഉണ്ടായിരുന്നു. അത് വിട്ടിങ്ങനെ കാക്കാൻ്റെ 2 ലക്ഷം ഇട്ടു. കാലങ്ങളുടെ അധ്വാനവും സുരുക്കൂട്ടിയതുമെല്ലാം തെന്നല സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരാണ് ഇവരെല്ലാം. ബാങ്ക് ഭരണസമിതികളുടെ പിടിപ്പുകേടും ധൂർത്തും ദീർഘവീക്ഷണമില്ലാത്ത നടപടികളും അഴിമതിയുമാണ് തെന്നല സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ ഈ നിലയില്ലാ കയത്തിലാക്കിയത്. പണം തിരിച്ചു കിട്ടാൻ ഇവർ നടത്തുന്ന നിയമപോരാട്ടങ്ങളെല്ലാം നീതിപീഠങ്ങളുടെ മുൻപിലാണ്. നിയമങ്ങളുടെ പഴുതുമറയാക്കി കേസിലകപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം സസുഖം വിലസുമ്പോൾ മക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും മറ്റത്യാവശ്യങ്ങൾക്കും പണം കണ്ടെത്താൻ കഴിയാതെ രേഖകളിൽ മാത്രം ലക്ഷാധിപതികളായ ഈ സാധാരണക്കാർ അലയുകയാണ്. സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും സഹായം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിക്ഷേപ തട്ടിപ്പുകളുടെ ഭാഗമായ രാഷ്ട്രീയക്കാരെ സ്ഥാനാർത്ഥികളാക്കരുത് എന്ന ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇവർ കത്തയച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ജില്ലയിലെയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നേതാക്കന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊരു സാമൂഹ്യ ദ്രോഹമാണ്. ഇവർ കളവ് പഠിച്ചവരാണ്. എങ്ങനെ കക്കാനും അത് എങ്ങനെ പൂഴ്ത്തിവെക്കാനും എങ്ങനെ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി രക്ഷപ്പെടാമെന്നൊക്കെയുള്ള PhD എടുത്തവരാണ്, ഡോക്ടറേറ്റ് എടുത്തവരാണ്. അവരെ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത് ഇത് ജനാധിപത്യത്തോടും ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. തെന്നല സഹകരണ ബാങ്കിന് സമാനമായ തട്ടിപ്പ് നടന്ന മറ്റിടങ്ങളിലെ ഇരകളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് തുടർ പ്രവർത്തനങ്ങൾ നിക്ഷേപ സംരക്ഷണ സമിതി ആലോചിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഇവർക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം. ഞങ്ങൾ ഈ സഹകരണ തട്ടിപ്പിന് ഭാഗവാക്കായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ളവരുമായ വ്യക്തികളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഈ സഹകരണ ബാങ്ക് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ഇവിടെ വേറെയും ബാങ്കുകളുണ്ട് അതുപോലെ. അപ്പോൾ എല്ലാ സഹകരണ സംസ്ഥാനത്തൊട്ടാകെ ഈ ഇത്തരം തട്ടിപ്പുകാരെ ഈ തദ്ദേശ ഭരണ സ്വയംഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അതൊരു മാതൃക ആവണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുക്കം മണാശ്ശേരിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ഒരാഴ്ചക്കിടെ നിരവധി കർഷകരുടെ കൃഷിവിളകൾ കാട്ടുപന്നി നശിപ്പിച്ചു. മണാശ്ശേരി, കയ്യേരിക്കൽ, പള്ളിപ്പുറം, എഡോനിമൽ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നി കർഷകരെ വലയ്ക്കുന്നത്. പ്രശ്നത്തിൽ മുക്കം നഗരസഭാ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കുകയേ വഴിയുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി, കയ്യേരിക്കൽ, പള്ളിപ്പുറം, എഡോനിമ്മൽ പ്രദേശങ്ങളിലാണ് കർഷകരെ കാട്ടുപന്നി ദുരിതത്തിലാക്കുന്നത്. വാഴ, തെങ്ങ്, കമുങ്ങ്, കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ വിളകൾ കാട്ടുപന്നി നശിപ്പിക്കുകയാണ്. തണ്ടക്കൊല, വാഴ, തെങ്ങും തൈ ഒക്കെ കവുങ്ങും തൈ ഒക്കെ കുത്തി നശിപ്പിക്കുകയാണ്. വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ചു കഴിഞ്ഞു. പന്നിവേട്ട മരിസ്മണാശ്ശേരി ഭാഗത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അടിയന്തരം ഒരു മുനിസിപ്പാലിറ്റി പന്നി എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചും കഴിഞ്ഞ് കൃഷിക്കാരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കൃഷിക്കാർ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇനി. അതല്ലേ, ഏതാണ്ട് എന്ത് ചെയ്യാനാണ്? കിട്ടുന്ന മുഴുവൻ നശിപ്പിച്ച് പോയാൽ പിന്നെ എന്ത് ചെയ്യും? കൃഷി ഇനി മുമ്പോട്ട് കൊണ്ടുപോകുക. നഗരസഭ നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും കൃഷിഭവൻ എന്തെങ്കിലും ചെയ്യാന്നല്ലാണ്ട് സാധാരണ കൃഷിക്കാരന് ഇനി മുമ്പോട്ട് പോകാൻ ഒരു വിധത്തിലും സാധിക്കില്ല. കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ വേട്ട നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിൽ മുക്കം നഗരസഭാ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കുകയേ വഴിയുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത്. ഈ പന്നി ശല്യം ഭയങ്കര രൂക്ഷമായതിന് കുറച്ച് പൂള നട്ടിന് അവർ 100 മരത്തോളം പൂളുണ്ട്. കംപ്ലീറ്റ് പന്നി മാന്തി, ഒരു കണ്ടം മാന്തി, അത് കഴിഞ്ഞ രണ്ടാമത്തെ കണ്ടിലേക്ക് കൂടെ കയറി, പിന്നെ ലാത്തിച്ചേമ്പ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ കൃഷി ഒഴിവാക്കേണ്ടി വരും. പാടത്താണെങ്കിൽ തെങ്ങും തൈ വെച്ച് കവുങ്ങും തൈ വെച്ച് കംപ്ലീറ്റ് മാന്തി, വാഴ ചുറ്റിട്ടും വെയിൽ കെട്ടിയിട്ടും യാതൊരു രക്ഷയില്ല. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ കർഷകർക്ക് അനുമതി നൽകണമെന്ന സർക്കാർ ഉത്തരവ് മുക്കം നഗരസഭയിൽ നടപ്പാക്കാത്തതിനെതിരെ സ്വതന്ത്ര കർഷക യൂണിയൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്.
പന്നിവേട്ട നടത്താത്തതിൽ പ്രതിഷേധിച്ച് കർഷക കൂട്ടായ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തീരുമാനമെടുത്തു. ന്യൂസ് 18 മുക്കം. ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വീണ് കിട്ടിയ പാദസരത്തിന്റെ ഉടമയെ കണ്ടെത്തി വിളിച്ചു വരുത്തി തിരികെ നൽകി തിരൂർ RTO. കൽപ്പകഞ്ചേരി സ്വദേശിനി ഷംനയുടെ 1.5 പവൻ തൂക്കം വരുന്ന പാദസരമാണ് തിരികെ കിട്ടിയത്. ടെസ്റ്റിനെത്തിയവരെ മുഴുവൻ ബന്ധപ്പെട്ടതിൽ നിന്നാണ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത്. വ്യാഴാഴ്ച തിരൂരിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ലൈസൻസ് ടെസ്റ്റിന് എത്തിയതായിരുന്നു കൽപ്പകഞ്ചേരി സ്വദേശിനി ഷംന. ടെസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷമാണ് ഗ്രൗണ്ടിൽ നിന്ന് 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരം വീണു കിട്ടിയത്. തുടർന്ന് തിരൂർ RTO ഓഫീസിലെ ജീവനക്കാർ വ്യാഴാഴ്ച ടെസ്റ്റിനെത്തിയവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോഴാണ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത്. കൽപ്പകഞ്ചേരി സ്വദേശിനി മച്ചിഞ്ചേരി തൂമ്പിൽ വീട്ടിൽ ഷംനയുടേതാണ് പാദസരമെന്ന് തിരിച്ചറിയുകയും ഇവരെ RTO ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി പാദസരം തിരികെ നൽകുകയുമായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഷംന ആഭരണം നഷ്ടമായ വിവരം അറിഞ്ഞത്. തുടർന്ന് വഴിയിലെല്ലാം അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. ഡ്രൈവിംഗ് പഠനം നടത്തുന്ന സ്ഥാപനത്തിലും എത്തി അന്വേഷിച്ചിരുന്നു. നഷ്ടമായെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നപ്പോഴാണ് RTO ഓഫീസിൽ നിന്ന് വിളിയെത്തിയത്. വീട്ടിലെത്തിയിട്ടാണ് കാല് അപ്പോൾ നല്ലോണം ഭയന്നു. അത് പിന്നെ കാക്ക ഞാൻ അപ്പൊ തന്നെ കാക്ക വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ കാക്ക ഞാൻ നടന്നോടത്ത് കൂടെ ഞങ്ങൾ അന്വേഷിച്ച് അപ്പൊ പിന്നെ കാക്ക വിക്ടറിയില് പോയി നോക്കി. അപ്പൊ വിക്ടറിയിൽ അവരോട് പറഞ്ഞു അതിനെ കുറിച്ച് പോയിട്ടുണ്ട്. ജോയിന്റ് RTO സാജു A. ബക്കർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശരത് ചന്ദ്രൻ, രാജേഷ്, മഹേഷ് ചന്ദ്രൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ, മുഹമ്മദ് ഷാ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷംന ആഭരണം ഏറ്റുവാങ്ങി. ന്യൂസ് 18 തിരൂർ. രാവിലെയിൽ വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മെട്രോ റെയിൽ എന്ന തിരുവനന്തപുരത്തിന്റെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. സംസ്ഥാനം അംഗീകരിച്ച അലൈൻമെന്റ് ഉടൻ കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. DPRും വൈകാതെ സമർപ്പിക്കാമെന്ന പ്രതീക്ഷയാണ് നിർമ്മാണ ചുമതലയുള്ള KMRL പങ്കുവയ്ക്കുന്നത്. എപ്പോഴാണ് മെട്രോയുടെ നിർമ്മാണം ആരംഭിക്കുക, എവിടേക്കൊക്കെയായിരിക്കും മെട്രോ സർവീസ് ഉണ്ടാവുക എന്നതൊക്കെ നിങ്ങളുടെ ഉള്ളൊരു സംശയമായി നിലനിൽക്കുന്ന കാര്യമായിരിക്കും. ഈ സംശയമൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ചു തരും. ഈ സംശയത്തിനൊക്കെ ഒരു പരിഹാരം കാണും. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് സംസ്ഥാനം അംഗീകാരം നൽകിയെങ്കിലും കടമ്പകൾ ഇനിയുമുണ്ട്. സംസ്ഥാനം അംഗീകരിച്ച അലൈൻമെന്റിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കണം. മാത്രമല്ല അതിന് പിന്നാലെ DPR തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ലഭിക്കണം. 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കാൻ കഴിയുമെന്നാണ് KMRL വ്യക്തമാക്കുന്നത്. മറ്റൊരു വെല്ലുവിളി തുക കണ്ടെത്തുക എന്നതാണ്. 1 കിലോമീറ്റർ നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന ചെലവ് 250 കോടി രൂപയാണ്. 31 കിലോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടിവരിക 7,750 കോടി രൂപ. 20:20:60 എന്ന തരത്തിലാണ് ചെലവ് വഹിക്കുക. 20% വീതം തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും. 60% മറ്റ് ഏജൻസികളിൽ നിന്ന് കണ്ടെത്തും. ടെക്നോ പാർക്കിൻ്റെ 3 ഫേസുകൾ വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിക്കുന്ന ആദ്യഘട്ട അലൈൻമെൻറ്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. പാപ്പനംകോട്ട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകൾ പാപ്പനംകോട്, കൈമനം, കരമന, കിള്ളിപ്പാലം ജംഗ്ഷൻ, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാലം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1. ഇവിടെ ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ടെക്നോ പാർക്ക് ഫേസ് 3, കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2 ഇതും ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ആക്കുളം ലേക്ക്, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ ഏറ്റവും ഒടുവിലത്തെ ടെർമിനൽ സ്റ്റേഷനാണ്. ഈ പാതയുടെ ഒരു എൻഡ് വരുന്നത് ഈഞ്ചക്കലാണ്. ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാതൃകയിൽ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ റെയിൽ നടപ്പാക്കാൻ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. 2014 DMRC ആദ്യ DPR കൈമാറി.
പിന്നെയും പദ്ധതി വൈകിയതോടെ വീണ്ടും DPR തയ്യാറാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു. 2021 പുതിയ DPRും DMRC നൽകി. 2022 സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് KRTL പിരിച്ചുവിട്ടു. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളുടെ ചുമതല KMRLന് കൈമാറി. 2023 തിരുവനന്തപുരത്ത് മെട്രോ ഗതാഗത പദ്ധതി തയ്യാറാക്കി. 2024 CMBയുടെ അടിസ്ഥാനത്തിൽ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ചെങ്കിലും അലൈൻമെൻറ്റ് മാറ്റാൻ വീണ്ടും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അലൈൻമെൻറ്റ് അംഗീകരിച്ചതോടെ പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് ഉടൻ സമർപ്പിക്കും. അമേരിക്കൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ നിർണായക മുഹൂർത്തത്തിനായിരുന്നു ടെക്സസിലെ ടെസ്ലയുടെ വാർഷിക ഓഹരി ഉടമകളുടെ യോഗം സാക്ഷ്യം വഹിച്ചത്. ഇലക്ട്രിക് വാഹന വിപണിയിലെ അതികായനായ ടെസ്ല തങ്ങളുടെ സിഇഒയായ എലോൺ മസ്കിന് നൽകാനുള്ള $1 ട്രില്യൺ, അതായത് ഏകദേശം 82 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ശമ്പള പാക്കേജിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തത്തിന് ടെക്സസിലെ ടെസ്ലയുടെ വാർഷിക ഓഹരി ഉടമകളുടെ യോഗം സാക്ഷ്യം വഹിച്ചു. ഇലക്ട്രിക് വാഹന വിപണിയിലെ അതികായകനായ ടെസ്ല തങ്ങളുടെ സിഇഒയായ എലോൺ മസ്കിന് നൽകാനുള്ള $1 ട്രില്യൺ, അതായത് ഏകദേശം 82 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ശമ്പള പാക്കേജിന് അംഗീകാരം നൽകി. എതിർപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് 75%-ലധികം ഓഹരി ഉടമകൾ മസ്കിൻ്റെ വീക്ഷണത്തിലും നേതൃത്വത്തിലുമുള്ള തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിക്ക് ലഭിക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പാരിതോഷികമാണിത്. ഓഹരി ഉടമകളുടെ ഈ തീരുമാനം ഒരു സാധാരണ ശമ്പള വർധനവല്ല, മറിച്ച് ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള കരാറാണ്. റോബോട്ടിക്സിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പുതിയ യുഗത്തിലേക്ക് ടെസ്ലയെ നയിക്കാൻ മസ്കിന് കഴിയുമെന്ന പ്രതീക്ഷയുടെ പ്രതിഫലനവും കൂടിയാണ്. മസ്കിന് ലഭിക്കാൻ പോകുന്ന ഈ ഭീമമായ തുകയുടെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ താരതമ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പാക്കേജിൻ്റെ മൊത്തം മൂല്യം അയർലൻഡ്, ന്യൂസിലാൻഡ്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് തുല്യമോ അതിലും കൂടുതലോ ആണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണ സഹായം നൽകുന്ന സ്നാപ്പ് പോലെയുള്ള സർക്കാർ പദ്ധതികളുടെ ഫണ്ടിനെ പോലും ഇത് മറികടക്കുന്നുണ്ട്. പ്രധാനമായും മസ്ക് ശമ്പളമായോ ക്യാഷ് ബോണസായോ പണം കൈപ്പറ്റുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പൂർണ്ണമായും ഓഹരി ഓപ്ഷനുകളായാണ് നൽകുന്നത്. ഈ ഓഹരികൾ അദ്ദേഹത്തിന് ലഭിക്കണമെങ്കിൽ ടെസ്ല നിശ്ചയിച്ചിട്ടുള്ള അവിശ്വസനീയമായ വിധം കഠിനമായ വളർച്ചാ ലക്ഷ്യങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം കൈവരിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ നിലവിലെ വിപണി മൂലധനം ഏതാണ്ട് 8.5 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 8.5 ട്രില്യൺ എന്ന അവിശ്വസനീയമായ മൂല്യത്തിൽ എത്തിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രവർത്തനപരമായി നോക്കിയാൽ ഓരോ വർഷവും 20 ദശലക്ഷം വാഹനങ്ങൾ വിപണിയിലെത്തിക്കുക, 1 ദശലക്ഷം റോബോട്ടിക്സുകൾ നിരത്തിലിറക്കുക, 1 ദശലക്ഷം ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വിൽക്കുക, കൂടാതെ പ്രതിവർഷം $400 ബില്യൺ ലാഭം നിലനിർത്തുക എന്നിവയും ഈ പാക്കേജിൻ്റെ തന്നെ ഭാഗമാണ്. ഇതിനെല്ലാത്തിനും പുറമെ അടുത്ത ദശകത്തിൽ കമ്പനിയുടെ അടിത്തട്ടിന് കൂടുതൽ ബില്യൺ ഡോളർ നിലനിർത്തുകയും ദീർഘകാലത്തേക്കുള്ള ഒരു സക്സഷൻ പ്ലാൻ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് മസ്കിൻ്റെ നേതൃപരമായ ഉത്തരവാദിത്തമാണ്. ഈ കഠിനമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ ടെസ്ലയ്ക്ക് 20 വർഷത്തിലധികം നേതൃത്വം നൽകിയ മസ്ക് ചരിത്രത്തിലെ ആദ്യത്തെ ട്രില്യണയറായി മാറും. ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 12 തുല്യ ഗഡുക്കളായി ഓഹരി ഓപ്ഷനുകൾ അദ്ദേഹത്തിന് ലഭിക്കും. അതായത് ഓരോ ദിവസവും $275 മില്യൺ എന്ന കണക്കിൽ. മസ്ക് ഈ ഭീമമായ പാക്കേജ് ആവശ്യപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം പണത്തേക്കാൾ ഉപരി ടെസ്ലയുടെ ഭാവിയിൽ മേലുള്ള നിയന്ത്രണമാണ്. ഓഹരി ഉടമകളോടുള്ള തൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ടെസ്ല വെറുമൊരു വാഹന നിർമ്മാതാവ് എന്നതിലുപരി ഒരു AI റോബോട്ടിക്സ് കമ്പനിയായി വളരുമ്പോൾ ഈ റോബോട്ട് സേനയുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കൂടുതൽ ഓഹരി പങ്കാളിത്തം ആവശ്യമാണ്. ടെസ്ല സിഇഒയായ എലോൺ മസ്കിന് നൽകിയ ശമ്പള പാക്കേജിന് കടുത്ത വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. ചില പ്രമുഖ നിരീക്ഷകർ പോലും ഇതിനെ എതിർത്തിരുന്നു. പ്രധാന വിമർശനങ്ങളിൽ ഒന്നാമത്തേത് ഈ പ്രതിഫലത്തിൻ്റെ അളവില്ലാത്ത വലിപ്പമാണ്. ലോകത്തിലെ ഏറ്റവും ധനികനായ ഒരാൾക്ക് ഇത്രയധികം ഭീമമായ തുക നൽകുന്നത് നിലവിലുള്ള ആഗോള വരുമാന അസമത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. നോർവേയിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനം ഉൾപ്പെടെ പലരും ഇതിനെതിരെ വോട്ട് രേഖപ്പെടുത്തുക പോലും ചെയ്തു. രണ്ടാമതായി, ഈ പാക്കേജ് അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാൻ കാരണമാകുമെന്നും
ഇത് ഏകാധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. കൂടാതെ $8.5 ട്രില്യൺ വിപണി മൂല്യം, 20 ദശലക്ഷം വാഹനങ്ങൾ, 1 ദശലക്ഷം റോബോട്ടുകൾ പോലെയുള്ള ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാണോ എന്ന സാമ്പത്തിക വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇലോൺ മസ്കിൻ്റെ ഈ ഭീമമായ ശമ്പള പാക്കേജ് ടെസ്ലയുടെയും കോർപ്പറേറ്റ് ലോകത്തിൻ്റെയും ഭാവിയെ ദൂരവ്യാപകമായി സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഒന്നാമതായി, ഇത് പുതിയ കോർപ്പറേറ്റ് മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതായത് വളരെ ഉയർന്നതും വെല്ലുവിളി നിറഞ്ഞതുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സിഇഒമാർക്ക് ഓഹരി ഓപ്ഷനുകൾ നൽകുന്ന ഈ രീതി മറ്റ് സാങ്കേതിക കമ്പനികളെയും സ്വാധീനിച്ചേക്കാം. എങ്കിലും മസ്കിന് ലഭിച്ച ഈ പാക്കേജിന് തുല്യമായ ഒന്ന് നൽകാൻ ലോകത്ത് മറ്റൊരു കമ്പനിക്കും സാധ്യമല്ല എന്നതും ശ്രദ്ധേയമാണ്. രണ്ടാമതായി, ഈ പാക്കേജ് ടെസ്ലയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള വിഷൻ 2035 ഒരു വ്യക്തമായ റോഡ് മാപ്പ് നൽകുന്നുണ്ട്. ഇത് ഇലക്ട്രിക് വാഹന നിർമ്മാണം എന്നതിൽ നിന്ന് മാറി റോബോട്ടിക്സിലേക്കും നിർമ്മിത ബുദ്ധിയിലേക്കും കമ്പനിയുടെ ശ്രദ്ധ പൂർണ്ണമായും മാറുമെന്ന ശക്തമായ സൂചനയാണ് നൽകുന്നത്. മൂന്നാമതായി, മസ്ക് ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ ലോകം ആദ്യമായി ഒരു ട്രില്യണയർ യുഗത്തിന് സാക്ഷ്യം വഹിക്കും. ഇത് ആഗോള സാമ്പത്തിക വിതരണത്തെക്കുറിച്ചും കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ അളവുകളെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് തീർച്ചയായും തിരികൊളുത്തും. എലോൺ മസ്ക് എന്ന വ്യക്തി കേവലം ഒരു സിഇഒ എന്നതിലുപരി ടെസ്ലയുടെ ബ്രാൻഡിൻ്റെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ മുഖമാണ്. ഈ $1 ട്രില്യൺ പാക്കേജ് ടെസ്ല അദ്ദേഹത്തിന് അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. അത് വെറുമൊരു പണക്കൊഴുപ്പല്ല, മറിച്ച് അവിശ്വസനീയമായ ഒരു വീക്ഷണത്തെ അവിശ്വസനീയമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തേജനമാണ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഇപ്പോൾ എറണാകുളത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ. Nobody will call us we are a developing country. After few years we will be a developed country, Vikasit country. That is the aim of all of us, all of us. Be it in Kerala or in Tamil Nadu or in Bihar or in Maharashtra or Rajasthan or Bengal, all we belong to same country and with same emotions and with same targets, and that is Vikasit Bharat. We all have to contribute towards this. Today's train facility is one of that. It's one of those Vikasit Bharat targets. Let us join together, come together, think together and work together for the Vikasit Bharat. That is the aim of ours and that is the target of our country. I once again thank the Prime Minister and particularly the Railway Minister Ashwini ji for this, because they have given something different to us. Now let us think big. Now let us do big so that we will be contributing to the Vikasit Bharat concept. I wish all the committers, I congratulate all the Kerala people, Keralites and Malayali people for the very owning this Vikasit Bharat train facility. I wish that we will be having more and more facilities, not only in rail traffic, but in other sectors also. Center has always seen that Kerala is part of our country and we have to develop it at par with other parts of our country. I wish all the best to all of you. Thank you. Nanni Dhanyavadam. Thank you so much for your kind words, sir. Here is an announcement. ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാ അതിഥികളും ഓഫീഷ്യൽസിനോടും മറ്റ് യാത്രക്കാരോടും ട്രെയിൻ എത്രയും പെട്ടെന്ന് ബോർഡ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ട്രെയിനിന്റെ ഡോർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. It's a kind request to all the passengers and other officials and guests travelling by the new Vande Bharat to kindly board the train as the doors would be closing soon. Thank you. And we'll now wait for the Honourable Prime Minister's arrival. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സ്വദേശീയമായി വികസിപ്പിച്ച് യാത്രക്കാർക്ക് സൗഹൃദപരമായ ആധുനിക ട്രെയിനുകളാണ്. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ട്രെയിനുകൾ
വേഗതയേറിയതും കൂടുതൽ സുഖപ്രദവുമായ യാത്രാനുഭവം യാത്രക്കാർക്ക് ഒരുക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ ട്രെയിനുകൾ ഇന്ത്യയിലെ യാത്രാനുഭവത്തെ വിപ്ലവകരമാക്കി മാറ്റിമറിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ് പൊതുഭാരതത്തിന്റെ പ്രതിജ്ഞയുടെയും ശേഷിയുടെയും പ്രതീകമാണ്. ഈ ട്രെയിനുകൾ ലോകോത്തര സാങ്കേതിക അല്പം മുമ്പ് ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എൻ്റെ കൈവശമുള്ളത് അത് നിർദ്ദേശപ്രകാരം തന്നെയാണ്. കേരളത്തോട് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ അറിയിക്കേണ്ടതായ വിവരങ്ങളടങ്ങിയ ഒരു പ്രഭാഷണമാണ് എൻ്റെ പക്കലുള്ളത്. നമുക്ക് അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ സ്റ്റേജിലെ കേരളത്തിലെ ആദ്യത്തെ പൗരൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിന്റഡ് സ്പീച്ച് എനിക്ക് വായിക്കാതിരിക്കുവാനും സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഭാരതത്തിൻ്റെ യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നാല് പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ജയന്റ് പ്രോജക്ട്സ് ആണ് ഇന്ന് അദ്ദേഹം ഇംപ്ലിമെന്റേഷൻ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി ആദ്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജി. വന്ദേ ഭാരത് എന്നത് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാവുന്നത് റെവല്യൂഷൻ ഓൺ റെയിൽസ്. ഇത് ഭാരതത്തിൽ വലിയ തോതിലുള്ള, ഇവിടെ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വരുമാനമുണ്ടാക്കുന്ന റെയിൽ കമ്മ്യൂട്ടിംഗ് സംവിധാനമായിട്ടാണത് അറിയപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ആകമാനം. കശ്മീർ വരെയും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ ഒരു വലിയ നീക്കം തന്നെയാണ്. Very good morning to all. We stand today at the cusp of a glorious moment, witnessing the flag off of the magnificent Vande Bharat Express connecting Ernakulam to Bengaluru. This train not only links two major economic centers of India, but dramatically boosts our potential for tourism and sustainable mobility. I extend our sincere gratitude to our Honorable Prime Minister Shri Narendra Modi ji, whose vision drives this nationwide acceleration towards Viksit Bharat. But friends, Government of India's commitment to Kerala's infrastructure extends far beyond this single train. We understand that true growth requires transforming the foundational network that supports our people and economy. I want to share some tangible proof of this commitment. The railway works that have been sanctioned and are now actively changing Kerala's rail landscape. For the year 2025-26, Kerala has been allocated a record railway budget of 3,042 crores in rupees. This is 8 times the average annual outlay of rupees 372 crore during 2009 to 2014. The two Vande Bharat trains running in Kerala have received massive support from the commuters. Such modern trains must be complemented by modern stations. Under the Amrit Bharat Station scheme, we are executing a historic transformation of our railway infrastructure across Kerala in 29 stations with a sanctioned budget of more than rupees 2,000. കൂടുതൽ വിവരങ്ങളുമായി നാമി ദിനേശ് ചേരുന്നുണ്ട്. നാമി, ഇന്നത്തെ സർവീസുകളൊക്കെ എങ്ങോട്ടായിരിക്കും? ഉദ്ഘാടന ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായോ? എന്താണ് വിവരങ്ങൾ?
അനുശ്രീ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വന്ദേ ഭാരത് 4 വന്ദേ ഭാരതാണ് ഇന്ന് ഇന്ത്യക്ക് സമർപ്പിക്കുന്നത്. ഇത് 4ന്റെയും ഔദ്യോഗികമായിട്ടുള്ള ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും. ഇപ്പോൾ ഗവർണറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ഒപ്പമുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും എല്ലാവരും തന്നെ സംസാരിച്ചു. എല്ലാവരും ഒരുമയോടെ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വലിയ സന്തോഷമാണ്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് യാത്ര എത്രയും വേഗം എത്രയും സുഗമമായി പോയി വരിക എന്ന് പറയുന്നത്, മറ്റ് അലച്ചിലുകളൊന്നും തന്നെ ഇല്ലാതെ സമയലാഭത്തോടുകൂടി പോയി വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ബംഗളൂരുവിലേക്ക് പോകുന്ന യാത്രയൊക്കെ എത്ര ദുഷ്കരമാണെന്ന് നമുക്കറിയാം. ഇനി ആ ഒരു യാത്രയെക്കുറിച്ചുള്ള വിഷമങ്ങളൊന്നും തന്നെ വേണ്ട. സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് വന്ദേ ഭാരതിൽ സമയലാഭത്തോടുകൂടി സൗകര്യപ്രദമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോടൊപ്പം ഇന്നത്തെ ആദ്യത്തെ ദിവസം യാത്ര ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ചേരുന്നുണ്ട്. ഞാൻ റെയിൽവേയിൽ നിന്നാണ്. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും പിന്നെ റെയിൽവേ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതല്ലേ, വലിയ നേട്ടം തന്നെയാണ്. അതെ, പ്രത്യേകിച്ച് ബംഗളൂരിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതെ, അതുകൊണ്ട് അത് റെയിൽവേ പരിഗണിച്ച് ഇത് ചെയ്തതിന് റെയിൽവേക്ക് വേണം നമ്മൾ നന്ദി പറയാൻ. കൂടുതൽ വന്ദേ ഭാരതുകളും വരട്ടെ. അതെ, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അതാണ് റെയിൽവേ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മളോട്. എല്ലാവരും റെയിൽവേ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതെ, ഈ ഒരു യാത്ര. എൻ്റെ ഹസ്ബൻഡാണ് ട്രെയിൻ മാനേജർ ഇന്ന് ഈ വണ്ടിയിൽ ഉള്ളത്. അപ്പം ഞാനും ഫാമിലിയും ഉണ്ട്. അതും ഇരട്ടി സന്തോഷമാണ്. ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് തുടങ്ങിയെങ്കിൽ ഈ ഇനോഗ്രേഷൻ ഫംഗ്ഷനിലാണ് വന്ദേ ഭാരതിൽ ആദ്യം കയറുന്നത്. അതാണ് ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, ഒപ്പം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. നാളെ മുതലായിരിക്കും ടിക്കറ്റ് സൗകര്യത്തോടുകൂടി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക. ഒപ്പം സുരേഷ് ഗോപി MPയും ഈ വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിലായിരിക്കും ഇറങ്ങുക. അനുശ്രീ, നമുക്കിതിന്റെ ഒരു സമയക്രമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ 5 മണിക്കാണ്, 5:10 ബംഗളൂരുവിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുക. 9 സ്റ്റേഷൻ, അതായത് എറണാകുളം സൗത്ത് കൂടി ഉൾപ്പെടുമ്പോൾ 10 സ്റ്റേഷനാണ് ഈ വന്ദേ ഭാരതിനുള്ളത്. രാവിലെ 5 മണിക്ക്, അതായത് 5:10 ബംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് എറണാകുളം സൗത്തിലെത്തുന്നത് ഉച്ചയ്ക്ക് 1:50 അതായത് 8 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സുഖമായി ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് എത്താം. എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് 2:20 ഈ ട്രെയിൻ വീണ്ടും പുറപ്പെടുക. ബംഗളൂരിൽ 11 മണിക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ വളരെ സൗകര്യപ്രദമായി തന്നെ വന്ദേ ഭാരതിൽ നമുക്ക് യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് ഈ ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷമാണ് ഇത് നൽകുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ നിന്നും ബംഗളൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. നിരവധി പേരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ, മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നത്. സുരേഷ് ഗോപി MP പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം 4 പ്രധാനപ്പെട്ട വന്ദേ ഭാരതുകളാണ് ഇന്ന് സർവീസ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് സുരേഷ് ഗോപി MP അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അല്പസമയത്തിനുള്ളിൽ തേടുകയും ചെയ്യാം. ഇന്ന് വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. അറിയാം മറ്റ് പല ട്രെയിനുകളുടെയും സ്റ്റോപ്പിന്റെ എണ്ണം കൂടി, വെയിറ്റിംഗ് ടൈം കൂടി, അവരുടെ സ്പീഡ് കുറയുന്നു. അതിൽ പാസഞ്ചേഴ്സിന് വലിയ ബാലൻസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആവശ്യങ്ങളാണല്ലോ. റെയിൽവേ സജ്ജമാണ്. ഇപ്പോ ഈ വർഷം 3042 കോടി കേരളത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചെങ്കിൽ
10,000 കോടിയോ അതിൽ കൂടുതലോ തരാൻ തയ്യാറാണ്. ആവശ്യം ഭൂമി മാത്രമാണ്. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിന്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ്പ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. അതുവഴി റെയിൽ ഇപ്പൊ കിടക്കുന്ന ലൈൻ ഒഴിവാകുന്ന സ്ഥലത്തേക്ക് പകരം നമുക്ക് ആ ഭൂമി നൽകുന്ന തരത്തിൽ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് അത്രയും വില കൊടുത്ത് വാങ്ങണമെന്നില്ല. അതുപോലെ തന്നെ റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ്. കൊച്ചിയുടെ ജീവിത സാഹചര്യം, ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് കുറച്ചുകൂടി ഒരു ഈസിങ് വരണമെങ്കിൽ പൊന്നുരുന്നി എന്ന് പറയുന്നത് 110-117 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കൊച്ചിയുടെ അല്ല കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ഹബ്ബ് വരുമെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, MGR സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈ, അതിന് തുല്യമായ ബാക്കിയെല്ലാം പെരിഫറിയിലാണ്. പെരുമ്പോർ ആയാലും കാട്ട്പാടി ആയാലും എല്ലാം പെരിഫറിയിലാണ്. അപ്പോൾ ജനജീവിതം കൂടി, ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെ വർധനവിന് റെയിൽവേ എന്ന് പറയുന്നത് തടസ്സമായി നിൽക്കുന്ന ഒരു 5 പട്ടണങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അപ്പൊ അതിന് ഒരു പ്രതി സംവിധാനം കാണും. ഇതെല്ലാം ഇപ്പോ ശ്രീ അബ്ദുറഹ്മാനുമായിട്ട് സംസാരിച്ചതിന് പ്രകാരം RRTSന്റെ കാര്യം ഞാൻ 2 ദിവസമായിട്ട് തൃശ്ശൂർ പറയുന്നത് അവർ DPRലേക്ക് പോവുക. ഈ 10 ദിവസത്തിനുള്ളിൽ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ ടീമുമായിട്ട് ഇരുന്ന് അതിന്റെ പ്രത്യേക സ്കെച്ച് വാങ്ങി റെയിൽവേയിലേക്ക്. ഞാൻ ടൂറിസത്തിന്റെയും പെട്രോളിയത്തിന്റെയും മന്ത്രിയാണെങ്കിലും റെയിൽവേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. അത് തൃശ്ശൂരേക്കുള്ള മെട്രോ അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ വരെയുള്ള മെട്രോയുടെ എക്സ്റ്റൻഷൻ. അത് കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വരുമാനം ക്രമാതീതമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭകരമായ സർവീസ് ആക്കുന്നതിന് നമുക്ക് ഇങ്ങനെ നമ്മളൊരു കമേഴ്ഷ്യൽ കോറിഡോറിനെ കുറിച്ച് പറയുകയാണ്. വാട്ട് ഇസ് എ കണക്ടിവിറ്റി? ഫ്ലൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഏതാണ്ട് പകുതി ദൂരം അവിടം വരെ ഓടണ്ടേ ഫ്ലൈറ്റിന്? അപ്പൊ കോയമ്പത്തൂർ വരെ ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ, എൻവയൺമെന്റ് കൺസേൺസ്, ഇതെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. കൊച്ചി മെട്രോ കോയമ്പത്തൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണോ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതിനൊരു ക്ലാരിറ്റി ആണ്. അങ്ങനെ തന്നെയാണ് 2019 പറഞ്ഞത്. അത് പാലിയേക്കര എന്നേ പറഞ്ഞിട്ടുള്ളൂ. തൃശ്ശൂർക്കാർക്ക് വേണ്ടിയല്ല, കേരളത്തിന് ഒരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് പറയുന്നത് 2 കമേഴ്ഷ്യൽ സിറ്റീസ്, 2 ഏതാ വലുതെന്ന് ഇപ്പോഴും പറയാനൊക്കത്തില്ല. ഇപ്പോഴും ഇവിടെ പരാമർശം നടത്തിയപ്പം മഹാരാഷ്ട്രയോളം കേരളത്തെ സംബന്ധിച്ച്, സൗത്തിനെ സംബന്ധിച്ച് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തിന്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ, കേരളത്തിന്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്രയും തന്നെ ഭീമാകാരനായ കൊച്ചിയാണ്. ആ കൊച്ചിക്ക് ഒരു വിസിബിലിറ്റി വരണമെങ്കിൽ 2 ട്വിൻ കമേഴ്ഷ്യൽ സിറ്റീസിന്റെ ഒരു കണക്ട് വളരെ അത്യാവശ്യം. അതെല്ലാ അർത്ഥത്തിലും അത് നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് ഒരുപാട് ഗുണകരമാവും. പുതിയ ഭാരതത്തിന്, പുതിയ കേരളത്തിന് ഒക്കെ അത് ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന സങ്കല്പയാത്രയിൽ ഇതെല്ലാം ശീഘ്രം തന്നെ നമുക്ക് പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി പ്രതീക്ഷിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഈ 2 ലൈൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ 600 ബോർഡർ കടന്നുള്ള ഡിസ്റ്റൻസും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, 700 കിലോമീറ്ററിന് 4 ലൈൻ എന്ന് പറയുന്നത് സാധ്യമാകുകയാണെങ്കിൽ ബാക്കി ഉറപ്പ് തന്നിരിക്കുന്നു. റെസ്റ്റ് ഡൺ. അതില്ലാതെ ഒരു എക്സ്ട്രാ ട്രെയിൻ ചോദിക്കാനൊക്കത്തില്ല, ഒരു എക്സ്ട്രാ സ്റ്റോപ്പ് ചോദിക്കാനൊക്കത്തില്ല. ഒരു ട്രെയിനിന് നിങ്ങളെ ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറയുമ്പോൾ അതിന്റെ 2 സ്റ്റേഷൻ മുമ്പോട്ടും പിറകോട്ടും ഡീറെയിൽഡ് ഓപ്പറേഷൻസ്, ട്രാഫിക്കിന്റെ സമനില തെറ്റിപ്പോകും. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഏതാണ്ട് അരമണിക്കൂറാണ് ഇവിടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, സൗത്ത് അല്ല നോർത്തിൽ കിടന്നത്. വന്ദേ ഭാരതും കടന്നുപോയി, മറ്റൊരു ട്രെയിനും കടന്നുപോയതിനു ശേഷം മാത്രം, അത് 2 സ്റ്റേഷൻ താണ്ടിയതിനു ശേഷം മാത്രമാണ് ചെന്നൈ മെയിൽ ഇവിടെ നിന്ന് എടുത്തത്. ഇനി കൂടുകയുള്ളൂ. അപ്പോൾ വന്ദേ ഭാരത് ഇത് തന്നെ സമയം കണ്ടെത്തിയിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 1 ക്ലോക്ക് സെറ്റിംഗ് ആണ്. ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു വന്ദേ ഭാരത് പോവുക, 2 സ്റ്റേഷൻ താണ്ടുന്നതിന് ശേഷം മാത്രമാണ് ചെന്നൈ മെയിൽ ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ വന്ദേ ഭാരത് ഇത് തന്നെ സമയം കണ്ടെത്തിയിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലോക്ക് സെറ്റിംഗ് ആണ്. ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരു
അവിടുന്ന് പുറപ്പെടുന്നത് അതേ സമയത്ത് വരിക എന്ന് പറയുന്ന ഒരു ക്രമീകരണമുണ്ട്. അത് തെറ്റിപ്പോകും. പക്ഷെ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നു, ഇതിന്റെ ടൈമിംഗ് ഇത്തിരി കൂടി അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വന്ദേ ഭാരത്തിൽ നിന്ന് ബാംഗ്ലൂർ കണക്ട് ചെയ്യാനുള്ള പാസഞ്ചർ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഹബ്ബ് ഇവിടെ സൗത്തിലുണ്ടാവും. അവർക്കൊരു ഈസി ട്രാൻസ്ഫർ, അത്രയും പേര് ഒരു കമ്പാർട്ട്മെന്റിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്ത് ബാംഗ്ലൂരിലേക്കുള്ള കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്ന ടൈമിംഗ് വന്നാൽ കുറച്ചുകൂടി 8:40 അത് വരുന്നത്. അപ്പൊ ഇതൊരു 8:50 റെയിൽവേ മന്ത്രി അത് തീർച്ചയായിട്ടും ശക്തമായി അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് കടക്കുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകാമെന്നാണ് ഇപ്പോൾ സ്റ്റേജിൽ വരുന്നത്. ഇത് നമ്മൾ അവരെ എൻത്യൂസ് ചെയ്യുക. ഇതും ഒരു മോദി ടെക്നിക്കാണ്. വന്ദേ ഭാരത് കൊടുത്ത് ഒരുപക്ഷെ ഇന്ന് നാഷണൽ ഹൈവേയിൽ ഇത്രയും വിപുലമായ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിൽ ശ്വാസം മുട്ടാണ്. ഇത് ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്ന ശീലത്തിലേക്ക് മലയാളിയെ വല്ലാണ്ടങ്ങ് ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശീലം തുടരട്ടെ. ആ ശീലം തുടരുമ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെയും ഭരണ സമ്പ്രദായത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരുപക്ഷെ ഒരു അരാജകത്വം, ആവശ്യപ്പെടലിന്റെ ആധിക്യം കൊണ്ട് ഒരു അരാജകത്വം, ഒരു അൺട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അതിന് പരിഹരിക്കാനായിട്ട് ഇത് മാത്രമേ നമ്മൾ ഒരു 4 ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 50 or 100 വർഷത്തേക്ക് കേരളത്തിനത് മാറും. അപ്പോഴത്തേക്കും പുതിയ സംവിധാനങ്ങൾ വരും. തൃശ്ശൂർ വരെ ഇനി തൃശ്ശൂർ ഇറങ്ങാൻ പറ്റും നിങ്ങൾക്ക്. തൃശ്ശൂർ ഈ ട്രെയിനിന് ഒരു സ്വീകരണം എന്താ അവർ അറേഞ്ച് ചെയ്യുക. എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശം വന്നത് അദ്ദേഹം വേദിയിലെത്തുന്ന സമയത്ത് ട്രെയിൻ എപ്പോൾ ലോക്കാവുന്ന അതിന് മുമ്പ് ട്രെയിനിൽ കയറി സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എത്തണമെന്ന് നിർദ്ദേശം തന്നതിന് പ്രകാരമാണ് ഞാൻ വേദി വിട്ട് ഗവർണറുടെ പെർമിഷൻ മേടിച്ച്, അല്ലെങ്കിൽ അത് പ്രോട്ടോകോൾ വയലേഷനാണ്, പെർമിഷൻ മേടിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു. പറ്റിയാൽ കുട്ടികളുടെ അടുത്ത് ഇടയ്ക്കൊന്ന് പോയി സമ്മതിക്കണം. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നവമിയിലേക്ക് തന്നെ തിരികെ വരുമ്പോൾ നവമി ഇന്നത്തെ സർവീസ്, ഉദ്ഘാടന സർവീസ് അത് ബംഗളൂരു വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമുക്ക് നവമിയിലേക്ക് തന്നെ തിരികെ വരാം. നവമി, ഇന്നത്തെ ഉദ്ഘാടന സർവീസ് അത് ബംഗളൂരു വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ സംസാരിച്ചത് ഇന്നത്തെ സർവീസ് എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം ഇന്നത്തെ സർവീസ് ബംഗളൂരു വരെ ഉണ്ടാകും. പക്ഷെ അതിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക. ഔദ്യോഗികമായിട്ട്, അതായത് നാളെ എന്തായാലും ഇന്നത്തെ സർവീസ് നാളെ മുതലായിരിക്കും യാത്രക്കാർക്ക് വേണ്ടി ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്ത നിലയിലേക്ക് യാത്ര തുടങ്ങുക. എറണാകുളം ബംഗളൂരു AC ചെയർക്കാരന് 1500 രൂപയും AC ചെയർ കാറിന് എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2400 രൂപയുമായിരിക്കും ചിലവ് വരിക. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് എന്നാലും ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഓൾ കേരള റെയിൽവേസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് പോൾ കെ ജയമാൻവട്ടം. ഈ വന്ദേ ഭാരത് കേരളത്തിൽ നിന്ന് 2023 ഏപ്രിൽ 25 തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് തന്നപ്പോഴുണ്ടായ കേരള ജനതയുടെ അതുപോലെ തന്നെയുള്ള ആകാംക്ഷയും ആഗ്രഹവുമാണ് ഇന്ന് ഈ ട്രെയിൻ പൂർത്തീകരിക്കുന്നത്. വലിയ വ്യവസായവും ഇൻഡസ്ട്രിയലും നമ്മുടെ IT മേഖലയുടെ എല്ലാം ഹബ്ബായ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആളുകൾ, മലയാളികൾ തന്നെ
താമസിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിലേക്ക് ഇതുപോലെയൊരു ട്രെയിൻ ലഭിച്ചത് ഏറ്റവും അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചോളം വന്ദേ ഭാരത് നമ്മുടെ നാട്ടിലെ നിർമ്മാണമാണ്, ഏറ്റവും പരിഷ്കൃതമാണ്. ലോകരാഷ്ട്രങ്ങളെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഈ യാത്ര വളരെ സൗകര്യപ്രദമാണ്. 80 മിനിറ്റ് സമയം നിലവിലുള്ള ട്രെയിനേക്കാൾ കുറച്ച് സമയമെടുത്തുകൊണ്ടാണ് ഓടുന്നത്. ചാർജും വളരെ അധികമാണെന്ന് പറയുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങി മധ്യ തിരുവിതാംകൂറിലെ മുഴുവൻ ജനങ്ങൾക്കും സൗകര്യപ്രദമായി ഈ 2:20 വന്ന് ഈ ട്രെയിനിൽ കയറാൻ കഴിയുമെന്നുള്ള സൗകര്യവും ഉണ്ട്. ബാംഗ്ലൂരിലെ യാത്രയ്ക്ക് 5:10 എന്നുള്ളത് ഒരല്പം കൂടി വൈകിച്ചാൽ കൂടുതൽ സൗകര്യമാണെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. പക്ഷേ കേരള ജനതയ്ക്ക് എറണാകുളത്ത് വന്ന് കയറാൻ ഷൊർണൂർ എല്ലാ ഭാഗത്തുനിന്നും മലബാറിലുള്ളവർക്കും ഈ ട്രെയിനിൽ കയറാനുള്ള സൗകര്യപ്രദമായ സമയത്താണ് ഇതിൻ്റെ സമയം രൂപീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം വളരെ നല്ലതായിരുന്നു എന്ന അഭിപ്രായം, ഇടയ്ക്ക് വന്ന അഭിപ്രായ വ്യത്യാസം ജനങ്ങളെ ഒന്ന് ചിന്താശകലരാക്കിയിട്ടുണ്ട്. അതും പരിഹരിക്കപ്പെടും. ഇന്ത്യൻ റെയിൽവേയുടെ അത്യപൂർവമായ ഈ വികസനത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ കേരള ജനതയ്ക്ക് വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ഇനിയും ഇതുപോലത്തെ വന്ദേ ഭാരതുകൾ വേണം. തീർച്ചയായിട്ടും കേരളത്തിന് ബഹുമാനപ്പെട്ട MP സൂചിപ്പിച്ചതുപോലെ പണം കൊടുത്ത്, ഇന്ത്യയിലെ മുഴുവൻ പേരും പണം കൊടുത്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഏറ്റവും അധികം വരുമാനം ഏതാണ്ട് 187% വളരെ വികസന മനോഭാവത്തോ അങ്ങനെയാണ് നമ്മുടെ 87% വികസനമാണ് ഈ ട്രെയിൻ യാത്രയിൽ വന്ദേ ഭാരതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഇനിയും കൂടുതൽ ട്രെയിനുകൾ വേണം. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ ശബരിമല കാലത്ത് കോട്ടയം ടു ചെന്നൈയിലേക്ക് ഒരു വന്ദേ ഭാരത് ഓടിച്ചിരുന്നു. ആ വന്ദേ ഭാരത് ട്രെയിൻ വേണം. ഹൈദരാബാദിലേക്ക് സാധിക്കുന്നില്ല എങ്കിലും സമയത്ത് സാധിക്കുന്ന രീതിയിൽ മദ്രാസിലേക്കും ബാംഗ്ലൂർക്കും നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മംഗലാപുരത്തേക്കും ഇനിയും കൂടുതൽ ട്രെയിനുകൾ വേണം. അതിന്റെ സമയമെല്ലാം വളരെ സൗകര്യപ്രദമായ സമയമാണ് റെയിൽവേ നിശ്ചയിച്ചിരിക്കുന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസം വരും. അതില്ലാത്ത ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേക്ക് സമയമാറ്റത്തിൽ ചില അഭിപ്രായങ്ങൾ വരും. എങ്കിലും മധ്യ തിരുവിതാംകൂറിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. നന്ദി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ഈ തുടരുക. നമുക്കിപ്പോൾ ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം നരേന്ദ്രമോദി നിർവഹിക്കും. നാമി ദിനേശ് ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം. നാമി, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതിന്റെ വന്ദേ ഭാരതിന്റെ നിരക്ക് തന്നെയാണ്. കൊള്ള നിരക്കില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ സാധാരണമായി ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ ഇരട്ടി തുക നൽകി സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 8 മണിക്കൂർ കൊണ്ട് അതിന്റെ പകുതി തുക നൽകി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും അല്ലേ? അതാണ് അനുശ്രീ. നമുക്കറിയാം സാധാരണ ഈ ആഘോഷ ദിവസങ്ങളിൽ, ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ദീപാവലി, അങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിലൊക്കെ ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് വലിയ നിരക്കാണ് അവർ ഈടാക്കുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ വരുമ്പോൾ, ദീർഘദൂര ബസ്സിൽ വരുമ്പോൾ ഇരട്ടി തുക ഈടാക്കുകയും ചെയ്യും. പക്ഷെ വന്ദേ ഭാരത് വരുന്നതോടുകൂടി അതിലൊരു വലിയ ആശ്വാസമുണ്ടാകും. AC-ക്ക് 1500-ഉം AC എക്സിക്യൂട്ടീവ് ചെയറിന് 2400 മാത്രമാണ് നിരക്ക് വരുന്നത്. അത് തന്നെ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വളരെ സൗകര്യത്തോടു കൂടി 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർക്ക് എത്താനും സാധിക്കും. എന്നോടൊപ്പം കുറച്ച് ഈ ജീവനക്കാർ ചേരുന്നു, ട്രെയിൻ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. ചേച്ചി, എന്ത് തോന്നുന്നു? തോന്നുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കയറാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പൊ കയറാൻ പറ്റി. അവിടെ വരെ പോയി ഇറങ്ങാം. സന്തോഷം. തൃശ്ശൂർ ഇറങ്ങും. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതി കയറുന്നത്. ആലുവയിലെ സ്റ്റാഫാണ് ഞങ്ങൾ. കുറച്ച് പേരുണ്ട്. നിങ്ങളെല്ലാരും വലിയൊരു ആഘോഷമാക്കി. അതെ, ആഘോഷമാക്കിയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. അതെ. ഇനി ഇതുപോലെ ഒരുപാട് വന്ദേ ഭാരത് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ ചേച്ചി, വളരെ സന്തോഷമുണ്ട്. ഞാൻ 2ാമത്തെ ടൈമാണ്. ഞാൻ തൃച്ചി ഡിവിഷനിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ലോഞ്ച് ചെയ്ത ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇത് 2nd ടൈം. വളരെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഇത് വലിയ. അതെ. ബാംഗ്ലൂര് ഒത്തിരി ആൾക്കാർ നമ്മുടെ മലയാളീസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഇതുപോലെ ഇനിയും പുതിയ ട്രെയിനുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചി, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു.
ആദ്യമായിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതെ, സാധാരണയുള്ള ട്രെയിനിന്റെ തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ യാത്രക്കാർക്ക് വളരെ സമാധാനം സന്തോഷവും കിട്ടി യാത്ര ചെയ്യാൻ പറ്റും. വിശ്വാസത്തോടെ ഫുഡും കഴിക്കാം. അതെ, 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 അതെ. അതും വന്ദേ ഭാരതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ വലിയ സന്തോഷം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ഇവിടെ രാവിലെ നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഫോട്ടോയും സെൽഫി സെക്ഷനും ഒക്കെ കഴിഞ്ഞ് ചേട്ടാ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടു. വന്ദേ ഭാരത് ആദ്യമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരത് കയറുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മലയാളികൾ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും IT ഫീൽഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പോൾ ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ. നമുക്ക് ട്രെയിൻ വളരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വളരെ കുറവ് ട്രെയിനുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തുവാനും ഇനിയും മികച്ച രീതിയിലുള്ള വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ധാരാളം പേർക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാതെ ട്രെയിനിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ എത്താൻ സാധിക്കും. എന്തായാലും ഇത് വളരെ സന്തോഷമായ ഒരു ദിനം കൂടിയാണിന്ന്. നമ്മുടെ ഒരു ബാംഗ്ലൂർ എറണാകുളം ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് സ്ഥിരമല്ലായിരുന്നു. സ്ഥിരമാക്കിയാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം. ഇങ്ങനെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇനി യാത്ര ചെയ്യാം. തന്നെയാണ് എല്ലാവരും പറയുന്നത്. സൗകര്യപ്രദമായി യാത്ര ചെയ്യാം. എറണാകുളം, തിരുവനന്തപുരം, ബംഗളൂരു അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കും ഉള്ള ട്രെയിനുകളുടെ സർവീസുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുകളെ സംബന്ധിച്ച് ഇവിടെ എത്തുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ എത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം ആശ്വാസം തരുന്നത് തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് കുറച്ച് കൂട്ടുകാരും കൂടി ചേരുന്നുണ്ട്. ഹായ്. ആദ്യമായിട്ടാണ്? സന്തോഷം. എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. സന്തോഷം. എക്സൈറ്റഡ് ആണ്? അതെ, ഞാൻ റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാ. റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാണ് ഈ ബസ്. തൃശ്ശൂരാണ് പോയി ഇറങ്ങുന്നത്? പാലക്കാടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇനിയും വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യും? ആണ്. സന്തോഷം. വന്ദേ ഭാരത് യാത്ര ചെയ്യാൻ പറ്റിയാൽ ആദ്യത്തെ ദിവസം തന്നെ പോകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. റെയിൽ ഫാനാണ്, യൂട്യൂബറാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പോകാൻ പറ്റിയത് ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിലിപ്പം പോകുന്നത്. അതിന് മുന്നേ വന്ദേ ഭാരതിൽ പോയിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ആൾക്കാർക്ക് സേഫ്റ്റിയും അതുപോലെ കംഫർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ട്രെയിനും നമുക്ക് ആക്കാവുന്നേ ഉള്ളൂ വന്ദേ ഭാരതിൻ്റെ രീതിയിലേക്ക്. അതിന് നമുക്ക് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റിയാലേ ആവുകയുള്ളൂ. പക്ഷേ ഇതുപോലുള്ള സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് സുരക്ഷിതമായിട്ടും പോകാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം ട്രെയിനിൽ സുരക്ഷയില്ലായ്മയാണ്. പക്ഷേ വന്ദേ ഭാരതിൽ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഇതുവരെ ഇല്ല. പിന്നെ ബാക്കി ഇതുപോലെ കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ ഉണ്ടാക്കി തരുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മുടെ ഓരോ യാത്രക്കാരും ചെയ്യേണ്ടതാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി റെയിൽവേ എന്താ പറയുക നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യം നല്ല രീതിക്ക് കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മളാണ്. പല ട്രെയിനിലും ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൊണ്ടാണ് ട്രെയിനിൽ കോച്ചുകളിലുണ്ടാകുന്ന പല മെയിൻ്റെനൻസിലുണ്ടാകുന്ന പല ഭാഗങ്ങൾക്ക് കാണാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതൊക്കെ കുറേ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇതുകൊണ്ടാണ്. അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ യാത്രക്കാരും കൂടി ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നല്ല രീതിക്ക് മാറും. എന്നാണ് ബംഗളൂരിലേക്ക് പോകുന്നത്? ബംഗളൂരിലേക്ക് അടുത്ത് തന്നെ യാത്ര പോകണം. ഇപ്പം പാലക്കാട് വരെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ബംഗളൂരിലേക്ക് പോകാനൊക്കെ ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപി MP യാത്രക്കാരെ കാണുകയാണ്. അദ്ദേഹം എല്ലാ കോച്ചുകളിലേക്കും നടന്ന് യാത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്. ഇപ്പോൾ ഈ ബ്ലോഗർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും സൗകര്യം നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ അത് കൃത്യമായി തന്നെ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നമ്മുടേത് തന്നെയാണ്. ഈ വന്ദേ ഭാരതിൽ നമുക്കറിയാം ഈ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി, വിവാദങ്ങളും ഒക്കെ ഉണ്ടായതും നമ്മൾ ശ്രദ്ധിച്ചുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഇതിന്റെ ഒരു സുരക്ഷ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഒരു വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, യാത്രക്കാരുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ ആ രീതിയിലേക്ക് കൂടി യാത്രക്കാർ ശ്രദ്ധിക്കണം എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ആ ബ്ലോഗർ തന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കൂടുതൽ വന്ദേ ഭാരത് ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്.
നമുക്ക് ഉടനെ കൂടുതൽ വന്ദേ ഭാരതുകൾ ലഭിക്കും. ദീർഘദൂര സർവീസുകൾ ഉണ്ടാകും. നമ്മുടെ യാത്ര എത്രത്തോളം എളുപ്പമാക്കാമോ ആ രീതിയിലേക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ നമുക്കും നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ കേരളത്തിലെ യാത്ര അല്ലെങ്കിൽ റോഡുകൾ എത്രമാത്രം മോശ അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതാണ്. നമ്മൾ ദിനംപ്രതി നമ്മൾ വായിക്കുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ വന്ദേ ഭാരത്. ട്രെയിൻ സമയത്തിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് കിട്ടിയ സൗകര്യം അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ആളുകളൊക്കെ സുരേഷ് ഗോപി MP കണ്ടതിന്റെ ഒരു സന്തോഷം കൂടിയാണ്. പലരും വീഡിയോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ 3ാമത്തെ വന്ദേ ഭാരതാണ്. അപ്പോൾ ഇത്രയും ദീർഘദൂര വന്ദേ ഭാരത് ലഭിക്കുമ്പോൾ അതിന്റെ സന്തോഷം അല്പം കൂടി ഇരട്ടിയാകും. അങ്ങനെ സന്തോഷത്തിന്റെ ചൂളം വിളിച്ചുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് എറണാകുളം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടും. അതിനുശേഷം തൃശ്ശൂര്, പാലക്കാടും ആണ്. കേരളത്തിൽ 3 സ്റ്റോപ്പുകളാണുള്ളത്. എറണാകുളം സൗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും പാലക്കാടും മാത്രമായിരിക്കും വന്ദേ ഭാരത് നിർത്തുക. അതിനുശേഷം കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം, ബംഗളൂരു. അങ്ങനെ 11 മണിക്കാണ് വൈകിട്ട് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന വന്ദേ ഭാരത് എന്തായാലും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്, പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണ്. വളരെ സന്തോഷം തന്നെയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്രയേറെ സൗകര്യം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ചരിത്രം തന്നെയാണ്. നാഴികക്കല്ലായി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു വന്ദേ ഭാരതിന്റെ യാത്രയെ സൂചിപ്പിക്കുന്നത്. സുരേഷ് ഗോപി MP എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുട്ടികൾ, KVയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെയുമൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അവരോട് സന്തോഷം, അവർക്ക് മധുരം വിതരണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുട്ടികൾക്കായി മധുരം നൽകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ആദ്യമായി വന്ദേ ഭാരതിൽ കയറുന്ന കുട്ടികളാണ്. സുരേഷ് ഗോപി MPയുടെ കയ്യിൽ നിന്നും മധുരം വാങ്ങുന്നത്, മിഠായി വാങ്ങുന്നതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. KVയിലെ സ്റ്റുഡൻസ് ആണ്. അവർ ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾ പടം വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മുടെ കുട്ടികൾ, അത്രയും എക്സൈറ്റഡ് തന്നെയാണ്. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി കുട്ടികൾ വരുന്നു. പലരും തൃശ്ശൂരാണ് ഇറങ്ങുന്നത്. തൃശ്ശൂരിൽ നിന്നും അവർക്ക് തിരികെ വരാനും ട്രെയിൻ. एक और सशक्त और आत्मनिर्भर कदम അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഓൺലൈനായി സുരേഷ് ഗോപിയുടെ ഒന്ന് മിഠായിയൊക്കെ മേടിച്ചോ? സന്തോഷമായോ? ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മറ്റ് ട്രെയിനിൽ നിന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് വലിയ സൗകര്യമല്ലേ? AC-ലിരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് സുരക്ഷയോടുകൂടി പോവാം അല്ലേ? അപ്പൊ ഇനിയും നമുക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ വേണ്ടേ? വേണം. വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാം. അപ്പൊ ഇനിയും ഒരുപാട് തവണ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പറ്റൂല്ലേ? ഇതുപോലെ വന്ദേ ഭാരതുകൾ വരട്ടെ. ഹായ്, എവിടെ പടം വരച്ചതൊക്കെ? വരച്ചാണോ? എന്ന് പേരെന്താ? രന്തീർ. ഏത് ക്ലാസ്സിലാ? 10th. ഓക്കെ, ഇതെന്താ ഒന്ന് പറഞ്ഞേ. സെൽഫ് റിലയന്റ് ഇന്ത്യനെ പറ്റിയുള്ള ഒരു പോസ്റ്ററാണ്. ഇതില് ഇന്ത്യയുടെ ഓരോ അച്ചീവ്മെന്റും ഉണ്ട് അല്ലേ? 5G, ഇത് ഒളിമ്പിക്സ് അങ്ങനെ. ഓക്കെ, നെറ്റ് അല്ലേ? മേക്ക് ഇൻ ഇന്ത്യ, അങ്ങനെ ഒരുപാട്. ഇത് എയറോപ്ലെയിൻ വിമാനം. അങ്ങനെ കുട്ടികളൊക്കെ ഓരോ ചിത്രങ്ങൾ, ഇന്ത്യ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ അത് ചിത്രമായി വരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ. നമ്മുടെ ക്യാമറാമാൻ അല്പം ദൂരമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രേക്ഷകരോട് ഇത് കാണിക്കാൻ പറ്റാത്തത്. ഉടനെ തന്നെ പ്രേക്ഷകർക്കും ഈ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കാണിക്കാം. നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട്, അമിത്ഷായുടെ ചിത്രമുണ്ട്, ഇന്ത്യയുടെ ഭാരതാംബയുടെ ചിത്രമുണ്ട്. അങ്ങനെ ഓരോ ചിത്രങ്ങളും കുട്ടികൾ, കർഷകരുടെ ചിത്രമുണ്ട്, റോക്കറ്റ് ഉണ്ട് അല്ല. ഇന്ത്യ കൈവരിച്ച എല്ലാ നേട്ടങ്ങളും ചിത്രമായിട്ട് ഇവർ വരച്ച് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി MPയും ഒക്കെ അത് കാണിക്കുന്നുമുണ്ട്. സുരേഷ് ഗോപി MP എന്തായാലും കുട്ടികൾക്ക് മധുര മിഠായി വിതരണം ചെയ്യുകയാണ്. അതെല്ലാം മേടിച്ചുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും.
ഭയങ്കര സന്തോഷത്തിലാണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോ സുരേഷ് ഗോപി MP എന്നതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഒരു സിനിമാ താരത്തിൽ നിന്നും മിഠായി മേടിക്കുന്നു എന്നൊരു സന്തോഷമാണ്. പിന്നെ എന്താണ് സുരേഷ് ഗോപി അങ്ങനെ സംസാരിച്ചിട്ട് എന്ത് പറഞ്ഞു? സെൽഫി എടുക്കാൻ നേരത്ത് അവിടെ നടന്ന് സെൽഫി എടുത്തോ? സെൽഫി സുരേഷ് ഗോപി MPയോടൊപ്പം സെൽഫി എടുത്ത സന്തോഷമുണ്ട് കുട്ടികൾക്ക്. എല്ലാരും കൂടി ചേർന്നാണോ സെൽഫി എടുത്തത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾ? 9. എങ്ങനെയുണ്ട് വന്ദേ ഭാരതിന്റെ യാത്ര? നല്ല രസമുണ്ട്. മറ്റു ട്രെയിനിലെ കാട്ടിയൊക്കെ വലിയ സൗകര്യമാണ്. സ്വസ്ഥായിട്ട് വലിയ ശബ്ദമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. തിരക്കില്ല അങ്ങനെ നല്ല. സുരേഷ് ഗോപി MPയോടൊപ്പം എടുത്ത സെൽഫി. എല്ലാരും കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട്. എന്നാലും അപ്പൊ നിങ്ങൾ വരച്ച ചിത്രം കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ച എന്തൊക്കെയാന്നൊന്ന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. മോള് പറഞ്ഞ ഇത് എന്തൊക്കെയാ? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വന്ദേ ഭാരത് വരച്ചിട്ടുണ്ട്, പിന്നെ ഇന്ത്യന്റെ നാഷണൽ, പിന്നെ ചന്ദ്രയാൻ, പിന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളെല്ലാം. ഇതെന്താണ്? ഇത് ആത്മനിർഭർ ഭാരതാണ് നമ്മുടെ ടോപ്പിക്. അഗ്രികൾച്ചർ സെക്ടറിൽ ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആണ്. ഇന്ത്യയുടെ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. സ്പേസില്, മെഡിക്കൽ ഫീൽഡില് എല്ലാത്തിലും സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് കാണിക്കുന്നത്. ഇതെന്താണ്? പുതിയ ടെക്നോളജീസും എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള 4 വന്ദേ ഭാരതുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അതിലേക്ക് जो टेक्नोलॉजी के क्षेत्र में आज बहुत उत्तम कार्य हो रहा है, उसका नेतृत्व संभालने वाले भाई अश्विनी वैष्णव जी टेक्नोलॉजी के जरिए हमारे साथ इस कार्यक्रम में जुड़े। एर्नाकुलम से केरला के राज्यपाल श्री राजेंद्र अर्लेकर जी, केंद्र में मेरे साथी सुरेश गोपी जी, जॉर्ज कुरियन जी, केरला के इस कार्यक्रम में उपस्थित अन्य सभी मंत्री, जनप्रतिनिधिगण, फिरोजपुर से जुड़े केंद्र में मेरे साथी, पंजाब के नेता रवनीत सिंह बिट्टू जी, वहां उपस्थित सभी जनप्रतिनिधि, लखनऊ से जुड़े यूपी के डिप्टी CM ब्रजेश पाठक जी, अन्य महानुभाव और यहां उपस्थित काशी के मेरे परिवारजन, बाबा विश्वनाथ के ई पावन नगरी में आप सब लोगन के, काशी के सब परिवारजन के हमार प्रणाम। हम देखनी देव दीपावली पर कितना अद्भुत आयोजन भइल। अब आज का दिन भी बड़ा शुभ है। हम ई विकास पर्व के आप सब लोग के शुभकामना देत है। साथियों, दुनिया भर के विकसित देशों में आर्थिक विकास का बहुत बड़ा कारण वहां का इंफ्रास्ट्रक्चर रहा है। जिन भी देशों में बड़ी प्रगति, बड़ा विकास हुआ है, उनके आगे बढ़ने के पीछे बहुत बड़ी शक्ति वहां के इंफ्रास्ट्रक्चर डेवलपमेंट की है। अब मान लीजिए कोई इलाका है, लंबे समय से वहां रेल नहीं जा रही है, रेल की पटरी नहीं है, ट्रेन नहीं आती है, स्टेशन नहीं है, लेकिन जैसे ही वहां पटरी लग जाएगी, स्टेशन बन जाएगा, उस नगर का अपने आप विकास शुरू हो जाता है। किसी गांव के अंदर
सालों से रोड ही नहीं है, कोई रास्ता नहीं, कच्चे मिट्टी के रास्ते पर लोग जाते आते रहते हैं। लेकिन जैसे ही एक छोटा सा रोड बन जाता है, किसानों की आवाजाही, किसानों का माल वहां से बाजार में जाना शुरू हो जाता है। मतलब इंफ्रास्ट्रक्चर यानी बड़े बड़े ब्रिज, बड़े बड़े हाईवे, इतना ही नहीं होता है। कहीं पर भी जब ऐसी व्यवस्थाएं विकसित होती है तो उस क्षेत्र का विकास शुरू हो जाता है। जैसा हमारा गांव का अनुभव है, जैसा हमारे कस्बे का अनुभव है, जैसा हमारे छोटे नगर का अनुभव है, वैसा ही पूरे देश का भी होता है। कितने एयरपोर्ट बने, कितनी वंदे भारत ट्रेनें चल रही हैं, दुनिया के कितने देशों से हवाई जहाज आते हैं, ये सारी बातें विकास के साथ जुड़ चुकी है। और आज भारत भी बहुत तेज गति से इसी रास्ते पर चल रहा है। इसी कड़ी में आज देश के अलग अलग हिस्सों में नई वंदे भारत ट्रेनों की शुरुआत हो रही है। काशी से खजुराहो वंदे भारत के अलावा फिरोजपुर दिल्ली वंदे भारत, लखनऊ सहारनपुर वंदे भारत और एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। इन 4 नई ट्रेनों के साथ ही अब देश में 160 से ज्यादा नई वंदे भारत ट्रेनों का संचालन होने लगा है। मैं काशी वासियों को, सभी देशवासियों को इन ट्रेनों की बहुत बहुत बधाई देता हूं। साथियों, आज वंदे भारत, नमो भारत और अमृत भारत जैसी ट्रेनें भारतीय रेलवे की अगली पीढ़ी की नींव तैयार कर रही है। ये भारतीय रेलवे को ट्रांसफॉर्म करने का एक पूरा अभियान है। वंदे भारत भारतीयों की, भारतीयों द्वारा, भारतीयों के लिए बनाई हुई ट्रेन है, जिस पर हर भारतीय को गर्व है। वरना पहले हम कर सकते हैं क्या? ये तो विदेश में हो सकता है, हमारे यहां होता, होने लगा कि नहीं होने लगा? हमारे देश में बन रहा है कि नहीं बन रहा है? हमारे देश के लोग बना रहे हैं कि नहीं बना रहे? ये हमारे देश की ताकत है। और अब तो विदेशी यात्री भी वंदे भारत को देखकर अचंभित होते हैं। आज जिस तरह से भारत ने विकसित भारत के लिए अपने साधनों को श्रेष्ठ बनाने का अभियान शुरू किया है, ये ट्रेनें उसमें एक मील का पत्थर बनने जा रही है। साथियों, हमारे भारत में सदियों से तीर्थ यात्राओं को देश की चेतना का माध्यम कहा गया है। ये यात्राएं केवल देव दर्शन का मार्ग नहीं है, बल्कि भारत की आत्मा को जोड़ने वाली पवित्र परंपरा है। प्रयागराज, अयोध्या, हरिद्वार, चित्रकूट, कुरुक्षेत्र, ऐसे अनगिनत तीर्थ क्षेत्र हमारी आध्यात्मिक धारा के केंद्र है। आज जब ये पावन धाम वंदे भारत के नेटवर्क से जुड़ रहे हैं, तो एक तरह भारत की संस्कृति, आस्था और विकास की यात्रा को जोड़ने का भी काम हुआ है।
ये भारत की विरासत के शहरों को देश के विकास का प्रतीक बनाने की तरफ एक अहम कदम है। साथियों, इन यात्राओं का एक आर्थिक पहलू भी होता है जिसकी उतनी चर्चा नहीं होती। बीते 11 वर्षों में यूपी में हुए विकास कार्यों ने तीर्थाटन को एक नए स्तर पर पहुंचा दिया है। पिछले साल बाबा विश्वनाथ के दर्शन के लिए 11 करोड़ श्रद्धालु काशी आए थे। अयोध्या में राम मंदिर के निर्माण के बाद 6 करोड़ से ज्यादा लोग रामलला के दर्शन कर चुके हैं। यूपी की अर्थव्यवस्था को इन श्रद्धालुओं ने हजारों करोड़ रुपए का लाभ पहुंचाया है। इन्होंने यूपी के होटलों, व्यापारियों, ट्रांसपोर्ट कंपनियों, स्थानीय कलाकारों, नाव चलाने वालों को निरंतर कमाई का अवसर दिया है। इसके कारण अब बनारस के सैकड़ों नौजवान अब ट्रांसपोर्ट से लेकर बनारसी साड़ियों तक हर एक चीज में नए नए व्यापारों को शुरू कर रहे हैं। इन सब की वजह से यूपी में, काशी में समृद्धि का द्वार खुल रहा है। साथियों, विकसित काशी से विकसित भारत का मंत्र साकार करने के लिए हम लगातार यहां भी इंफ्रास्ट्रक्चर के अनेक काम कर रहे हैं। आज काशी में अच्छे अस्पताल, अच्छी सड़कें, गैस पाइपलाइन से लेकर इंटरनेट कनेक्टिविटी की व्यवस्थाएं लगातार विस्तार भी हो रहा है, विकास भी हो रहा है और क्वालिटेटिव इंप्रूवमेंट भी हो रहा है। रोपवे पर तेजी से काम हो रहा है। गंजारी और सीगरा स्टेडियम जैसे स्पोर्ट्स इंफ्रास्ट्रक्चर भी अब हमारे पास है। हमारा प्रयास है कि बनारस आना, बनारस में रहना और बनारस की सुविधाओं को जीना सबके लिए खास अनुभव बने। साथियों, हमारी सरकार का प्रयास काशी में स्वास्थ्य सेवाओं में लगातार सुधार का भी है। 10-11 साल पहले स्थिति ये थी कि गंभीर बीमारी का इलाज कराना हो तो लोगों के पास सिर्फ बीएचयू का विकल्प होता था और मरीजों की संख्या इतनी ज्यादा होती थी कि पूरी रात खड़े रहने के बाद भी इन्हें इलाज नहीं मिल पाता था। कैंसर जैसी गंभीर बीमारी होने पर इलाज के लिए लोग जमीन और खेत बेचकर मुंबई जाते थे। आज काशी के लोगों की इन सारी चिंताओं को हमारी सरकार ने कम करने का काम किया है। कैंसर के लिए महामना कैंसर अस्पताल, आंख के इलाज के लिए शंकर नेत्रालय, बीएचयू में बना अत्याधुनिक ट्रॉमा सेंटर और शताब्दी चिकित्सालय, पांडेयपुर में बना मंडलीय अस्पताल, ये सारे अस्पताल आज काशी, पूर्वांचल समेत आसपास के राज्यों के लिए भी वरदान बने हैं। इन अस्पतालों में आयुष्मान भारत और जन औषधि केंद्र की वजह से आज गरीबों को लाखों लोगों के करोड़ों रुपयों की बचत हो पा रही है। एक तरफ इससे लोगों की चिंता खत्म हुई है, दूसरी तरफ काशी
इस पूरे क्षेत्र की हेल्थ कैपिटल के रूप में जाना जाने लगा। साथियों, हमें काशी के विकास की ये गति, ये ऊर्जा बनाए रखनी है ताकि भव्य काशी तेजी से समृद्ध काशी भी हो और पूरी दुनिया से जो भी काशी आए वो बाबा विश्वनाथ की इस नगरी में सभी को एक अलग ऊर्जा, एक अलग उत्साह और अलग आनंद मिल सके। साथियों, अभी मैं वंदे भारत ट्रेन के अंदर कुछ